ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? പരിശീലനം, ട്രെയിനിങ്. ഇപ്പം നീന്തൽ പരിശീലിപ്പിക്കുകയാണ്. എങ്ങനെയാണ് നീന്തൽ പരിശീലിപ്പിക്കുക? ഒരു പുസ്തകം എടുത്ത് ഒരു ബോഡി എനർജി എന്താണ്, വാട്ടർ എനർജി എന്താണ്, അതിൻ്റെ സ്ട്രെങ്ത് എന്താണ്, അതിൻ്റെ ബേസിക് ഘടന എന്താണ്, അതിലൊരാൾ നീന്തുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, നീന്തുമ്പോൾ എത്ര ഡിഗ്രിയിലാണ്, എത്ര ഫാസ്റ്റ്, എത്ര സ്പീഡിലാണ് കൈ തുഴയേണ്ടത്, ഏത് ആംഗിളിലാണ് കാല് ചലിപ്പിക്കേണ്ടത് എന്നൊക്കെ ഒരു ക്ലാസ് എടുത്താൽ നീന്തൽ പരിശീലനമാവോ? ഇല്ല. മറിച്ച് ഒരു സ്വിമ്മിംഗ് പൂളിലോ കുളത്തിലോ അല്ലെങ്കിൽ അല്ലാത്ത നീന്തൽ യോഗ്യമായ ഒരു ജലാശയത്തിൽ ഈ നീന്താൻ പരിശീലിക്കാൻ ഉദ്ദേശിക്കുന്ന ട്രെയിനിയെ, പരിശീലിപ്പിക്കപ്പെടുന്ന വ്യക്തിയെ, അദ്ദേഹത്തെ ഇറക്കി അദ്ദേഹത്തിന് നീന്തൽ സാധ്യമാകുന്നതുവരെ അദ്ദേഹത്തിന് കൊടുക്കുന്ന പിന്തുണയും ആ ഒരു പ്രക്രിയക്കാണ് പരിശീലനം എന്ന് നീന്തലിൽ പറയുക. എങ്കിൽ ഒരു പാരൻറ്റിങ്ങിൽ പരിശീലനം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയപ്പെട്ട പാരൻറ്റിങ് ഞാൻ ആദ്യം പറഞ്ഞു. എന്താ? നമ്മുടെ മക്കൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസവും അവർക്ക് ആവശ്യമായ ജീവിത വൃത്തികൾ അത് സന്തോഷകരമായി സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അവർക്കാവശ്യമായ സ്കില്ലുകളും അവർക്കാവശ്യമായ അവരുടെ ലൈഫ് നീഡ്സ്, ജീവിതാവശ്യങ്ങൾ ഇത് നേടിക്കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് പാരൻറ്റിങ്. അത് ശരിയാകുമ്പോൾ കുട്ടിയും രക്ഷിതാവും സന്തോഷമായിരിക്കും, രണ്ടാളും കഷ്ടപ്പെടില്ല. ഇതാണ് ഞാൻ പറഞ്ഞത് പാരൻറ്റിങ്. ഈ പാരൻറ്റിങ് സാധ്യമാകുന്നൊരു കാലയളവ് കണ്ടിന്യൂ ആയി തുടർച്ചയായി നടക്കുന്നൊരു പ്രോസസ്സിനാണ് പരിശീലനം എന്ന് പറയേണ്ടത്. അതുകൊണ്ട് ഈ സദസ്സിനെ ട്രെയിനിങ് എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വേണമെങ്കിൽ ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കാനും ട്രെയിനിങ്ങിലേക്ക് ഒരു ബിഗിനിങ്, ഒരു തുടക്കം സൃഷ്ടിക്കാനും ഈ സദസ്സിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി ഞാൻ സംസാരിച്ചു തുടങ്ങാം. നിങ്ങളുടെ ചോദിക്കാനുള്ള അവസരമാണ്. ആരും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് റൈസ് ഹാൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് മൈക്കിൽ ചോദിക്കാം. ഇനി അതല്ല എഴുതി ചോദിക്കണം എന്നാണ് ആർക്കെങ്കിലും താല്പര്യമെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കാം. ഞാൻ സംസാരിക്കുന്നു. ആർക്കും ചോദിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും. നമ്മുടെ മക്കൾ, ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് എന്താ? നമ്മുടെ മക്കളിൽ ഈ വിദ്യാഭ്യാസ പ്രക്രിയകൾ, അതുപോലെ അവരിലെ മൂല്യങ്ങൾ, സ്കില്ലുകൾ, ഇതെല്ലാം ഈ തല്ലല്, ആക്ഷേപിക്കല്, കലഹം ഇതൊന്നും ഇല്ലാതെ സാധ്യമാകും. അവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില പ്രഭാഷണങ്ങളും ചില ക്ലാസ്സുകളും ഒക്കെ പാരൻറ്റിങ്ങിനെ കുറിച്ച് നടന്നു കഴിഞ്ഞാൽ തോന്നാറുള്ളൊരു തോന്നലുണ്ട്. അതായത് ഈ പാരൻറ്റിങ് ഒക്കെ സാധ്യമാകണമെങ്കിൽ അതിന് വേറെ തന്നെ എന്തോ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ വേണം. അത് ശരിയല്ല. ഔദ്യോഗിക വിദ്യാഭ്യാസ യോഗ്യതകളോ ഒന്നും ആവശ്യമില്ല. ഒരാൾക്ക് പാരൻറ്റിങ് അറിയാൻ ഒരാൾക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്താ അറിയുക? നിങ്ങൾക്ക് ആർക്കും പറയാം കേട്ടോ, ഞാൻ സ്വീകരിക്കും. ഏറ്റവും വലിയ യോഗ്യത മനസ്സിന് സ്വസ്ഥത ഉണ്ടാകലാണ്. ഒരു രക്ഷിതാവിന് മനസ്സിന് സ്വസ്ഥത ഉണ്ടാകലാണ് നമ്പർ 1 ക്വാളിഫിക്കേഷൻ. നമ്മുടെ ലൈഫ്, എസ്പെഷ്യലി പ്രത്യേകിച്ചും നമ്മുടെ ദാമ്പത്യ ജീവിതം, മാരേജ് ലൈഫ്, ഈ ദാമ്പത്യ ജീവിതം നമുക്ക് സ്വീകാര്യമാവുക, അത് ആസ്വാദ്യകരമാവുക, അത് അംഗീകൃതമാവുക, അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക എന്നതാണ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടാകുമ്പോഴാണ് പാരൻറ്റിന് ആ പാരൻ്റ് ആകാനുള്ള പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആകുന്നത്. അതില്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് കോംപ്ലിക്കേഷൻ, അതിൻ്റെ സങ്കീർണത അത് വർദ്ധിച്ചു കൊണ്ടുപോയേയിരിക്കും. ശാരീരികമായ വിഷയങ്ങളിലും മാനസിക വിഷയങ്ങളിലെല്ലാം കോംപ്ലിക്കേഷനുകൾ, സങ്കീർണതകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും. ആദ്യം ഉണ്ടാകേണ്ടത് നമ്മുടെ ജീവിതത്തിലെ മനസ്സമാധാനം, ജീവിതത്തെ അംഗീകരിക്കാൻ കഴിയുക എന്നതാണ് അതിലൊന്നാമത്തെ പടി. ഇന്ന് ദാമ്പത്യ ജീവിതമൊക്കെ ആരംഭിക്കുന്ന സമയത്ത് ഇതുണ്ടാകുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ സൗകര്യത്തിൽ ഞാൻ സംസാരിക്കുന്നു. ഒന്ന്, വിവാഹത്തിനൊക്കെ പലപ്പോഴും മക്കളോടൊക്കെ ചോദിക്കുമ്പോൾ വയസ്സ് 23 PG ചെയ്തു, വിവാഹത്തിന് തുണിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ വേണ്ട, ജോലി കൂടി ശരിയാകട്ടെ എന്ന് പറയുന്നവരൊക്കെയാണ്.
ഒരു ഡിഗ്രി ആയതിനു ശേഷം കല്യാണം കഴിക്കല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല, ഞാൻ കുറച്ചുകൂടി പഠിക്കട്ടെ, പഠിപ്പൊക്കെ കഴിയട്ടെ എന്ന് പറയുന്നത് കാണാം. ഇവിടെ എന്താണ് ഇതിൻ്റെ കാരണം? സമീപകാലത്ത് ആയിരക്കണക്കിന് കേസ് സ്റ്റഡീസുകളിൽ നമ്മുടെ ശ്രദ്ധ, നമ്മൾ മനസ്സിലാക്കിയ ഒരു അനുഭവം പറയാൻ ഉദ്ദേശിക്കുകയാണ്. പല പ്രൊഫഷനുകളിലേക്കും വരുന്ന സഹോദരിമാർ പലരും ജീവിതത്തെ ഭയത്തോടു കൂടെ നോക്കിക്കാണുന്നു. ഞാൻ എപ്പോഴും എടുത്തുദ്ധരിക്കാറുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട്. അത് ഒരൊറ്റപ്പെട്ടൊരു സംഭവമല്ല, ഒരുപാട് അനുഭവങ്ങളിലെ ഒന്ന് മാത്രമാണത്. ഒരു ആയുർവേദ ഡോക്ടറാണ്, ഒരു മുസ്ലിം ആയുർവേദ ഡോക്ടർ, ഒരു സഹോദരി. ഈ സഹോദരിയെയോ അല്ലെങ്കിൽ ഈ പാറ്റേണിലുള്ളവരെ ആക്ഷേപിക്കുകയാണെന്ന് നിങ്ങൾ കരുതരുത്. എൻ്റെത് ഒരു വിഷയം ധരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. ആരെങ്കിലും കുറ്റപ്പെടുത്തുകയോ ആരെങ്കിലും അധിക്ഷേപിക്കുകയോ ഇകഴ്ത്തി കാണുകയോ അല്ല, മറിച്ച് ഒരാശയത്തെ നമ്മൾ വിശകലനം ചെയ്യുന്നു. നമ്മളെല്ലാവരും ഈ നാട്ടിൽ ജനിച്ച് വളർന്ന് വലുതായതാണ്, വെയിൽ കൊണ്ടിട്ട് വലുതായതല്ല, മറിച്ച് പ്രായം കൊണ്ട് വലുതായിട്ട് ഈ പ്രായത്തിലേക്ക് എത്തിയവരാണ്, ഈ ജീവിതാനുഭവം ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് വിലയിരുത്താനൊക്കെ ഉള്ള ബുദ്ധിശേഷിയും അതിനുള്ള കഴിവൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഒരു ആയുർവേദ ഡോക്ടറുടെ കുറിപ്പിൻ്റെ രത്നച്ചുരുക്കാണ് ഞാൻ പറയുന്നത്. വിശാലമായി അത് പ്രതിപാദിക്കാനുള്ള സമയമല്ലല്ലോ. ഞാൻ ആയുർവേദ ഡോക്ടറാകാനുണ്ടായ കാരണം, ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. ഒന്ന്, ഒരു പ്രൊഫൈല് വേണം. പ്രൊഫൈല് വേണമെന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ വെക്കാനുള്ള ഒരു ഫോട്ടോ വേണമെന്നല്ല, മറിച്ച് ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു എൻജിനീയറാണ്, ഞാനൊരു വക്കീലാണ്, ഞാനൊരു അക്കൗണ്ടൻ്റാണ്, ഞാനൊരു ടീച്ചറാണ്, ഇങ്ങനെ പറയാൻ കഴിയുന്നൊരു പ്രൊഫൈൽ. ഈ പ്രൊഫൈലിന് വേണ്ടിയാണ് ഒന്ന് ആളാരാകുന്നത്, ഡോക്ടറാകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എവിടെയൊക്കെ വായിക്കാം, നേഴ്സാകുന്നത്, ടീച്ചറാകുന്നത്, അക്കൗണ്ടൻ്റ് ആകുന്നത്, ഇവിടെയൊക്കെ ഇത് വായിക്കാം. രണ്ടാമത്തത് അവർ പറഞ്ഞ അതിലുള്ള ഒരു പദപ്രയോഗം അല്ലെങ്കിൽ ഒരു ശ്രദ്ധേയമായൊരു വശം, നമുക്ക് ജീവിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു ശേഷി വേണം വിവാഹത്തിന് സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു ശേഷി വേണം, എന്നാലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എന്താ അറിയാം. ഉദാഹരണത്തിന് ഈ നമ്മളെ മാട്ടൂലും സൊഫ സ്കൂൾ, ഈ സ്കൂളിൻ്റെ ഈ ഒരു ഹാളിൽ ഇന്നൊരു പ്രോഗ്രാം നടക്കുകയാണ്. ഈ പ്രോഗ്രാമിലേക്ക് ടിക്കറ്റ് നൽകണമെങ്കിൽ, എൻട്രി നൽകണമെങ്കിൽ കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ എന്നറിയോ? കരാട്ടെ അല്ലെങ്കിൽ കളരി കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കേ ഇതിൽ ടിക്കറ്റ് നൽകുള്ളൂ എന്നൊരു നോട്ടീസ് കണ്ടാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുക? ഇവിടുത്തെ ഒരു പ്രോഗ്രാം, ഈ പ്രോഗ്രാമിൽ എൻട്രി ടിക്കറ്റ് കിട്ടണമെങ്കിൽ 25 പേർക്കാണ് ടിക്കറ്റ് ഉള്ളത്. ആ ടിക്കറ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ കളരി കംപ്ലീറ്റ് ചെയ്യണം, അതിൻ്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ കരാട്ടെ. നിങ്ങൾക്ക് എന്താ മനസ്സിലായി ഇവിടെ എന്താ നടക്കുന്നതെന്നാ മനസ്സിലായത്? ഇവിടെ തല്ല് നടക്കാൻ പോവാണ് എന്നാണ് മനസ്സിലാകുക സ്വാഭാവികമായും. ഇതുപോലെ ഒരാൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കാൻ അയാൾക്ക് ഈ ഒരു സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ശേഷി അതുണ്ടാകണമെന്ന് ചിന്തിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇസ്ലാമിക ദൃഷ്ടിയ ഒരു സ്ത്രീക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള, സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാകുന്നത് നെഗറ്റീവാണ് എന്ന് ഇസ്ലാമിൽ കാഴ്ചപ്പാടില്ല കേട്ടോ. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇസ്ലാമിൽ ഒരാൾക്ക് അവർക്കാവശ്യമായ സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ ഒരാളുടെ പ്രൊഫഷൻ, അത് ഒരു സ്ത്രീക്ക് നല്ലൊരു പ്രൊഫഷൻ ഉണ്ടാകുന്നത് ഇസ്ലാമിക ദൃഷ്ടിയ നെഗറ്റീവാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയില്ല. നല്ല സാമ്പത്തിക ശേഷി ഉണ്ടാകുന്നത്, നല്ലൊരു പ്രൊഫഷൻ ആകുന്നത് ഇസ്ലാമിക ദൃഷ്ടി അതിനൊന്നുമല്ല. മറിച്ച് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് മാരേജ് ലൈഫിൻ്റെ കണ്ടീഷൻ, ഡിമാൻഡ്, അത് ഇതുണ്ടാകണമെന്നാണെങ്കിൽ നിങ്ങൾ പേടിച്ചിരിക്കുന്നു. നിങ്ങൾ മാരേജ് ലൈഫ് സാമ്പത്തിക ജീവിതം കൊണ്ട് നിങ്ങൾ അർത്ഥം വെച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് തമ്മിൽ തല്ലാനുള്ളതാണ്. അവിടെ നിങ്ങൾ മത്സരിക്കാൻ പോവുകയാണ്. ഞാനോ നീയോ വലുത് എന്ന മത്സരത്തിന് പോവുകയാണ്. അവിടെ മുതൽ തുടങ്ങുന്നു നിങ്ങളുടെ കഷ്ടകാലം. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് കഷ്ടകാലം.
എന്താണ് മാരേജ് ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് അക്സെപ്റ്റഡ് ആവുക, ലൈഫ് നിങ്ങൾ വരാൻ പോകുന്നൊരു ജീവിതം, ആ ജീവിതം നിങ്ങൾക്ക് സ്വീകാര്യമാവുക എന്നതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഏതൊരാളോടും ആശയവിനിമയം നടത്തി വിജയിക്കാനുള്ള നിങ്ങളുടെ കഴിവാണ് ദാമ്പത്യ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ ക്യാപിറ്റൽ. അതില്ലെങ്കിൽ നിങ്ങൾ എത്ര കോടീശ്വരിയായിട്ടും കാര്യമില്ല. അതുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വലിയ ദരിദ്രവാസിയാണെങ്കിലും നിങ്ങൾ രാജ്ഞിയാണ്, നിങ്ങൾ സർവസമ്പന്നയാണ്. ഇതാണ് പാരന്റിങ്ങിലെ ഫസ്റ്റ് ഏരിയ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ഇതാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. ആദ്യം ഉണ്ടാകേണ്ടത് ലൈഫ് അക്സെപ്റ്റഡ് ആണോ, ജീവിതം സ്വീകാര്യമാണോ. ലൈഫിൽ ഒരാൾ ദാമ്പത്യ ജീവിതത്തിന് പോകുമ്പോഴുള്ള കണ്ടീഷൻ, ഇവിടെയൊക്കെ ഭാര്യ വീട്ടിൽ താമസിക്കുന്ന സാഹചര്യം ആയിരിക്കൂലേ അല്ലേ? ഇപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസിക്കുക. ഭർത്താവിൻ്റെ ഉമ്മ ഇങ്ങനെ ആയിരിക്കണം, ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ ആയിരിക്കണം, അനുജൻ ഇങ്ങനെ ആയിരിക്കണം. ഇങ്ങനെയൊക്കെ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മുടെ സന്തോഷമെങ്കിൽ കഷ്ടപ്പാടാണ്. ഇപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം, അതല്ലെങ്കിൽ മറ്റുള്ളവരിങ്ങനെ ആയാൽ നമുക്ക് സന്തോഷമാണ് എന്ന ഒരു കൺസെപ്റ്റ്, കാഴ്ചപ്പാട് സ്റ്റാർട്ട് ചെയ്താൽ അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ലൈഫ് സേഫ് അല്ല, സുരക്ഷിതമല്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ അടുത്ത ജനറേഷനും കഷ്ടപ്പാടിലാണ്. അടുത്തൊരു ജനറേഷനും അവിടെ നിന്ന് അങ്ങോട്ട് കഷ്ടപ്പെടാൻ പോവുകയാണ് എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ വിഷയം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അറ്റൻഡ് ചെയ്ത ഒരു കേസ് കൂടി പറഞ്ഞ് ആ പാർട്ട് ഞാൻ ക്ലോസ് ചെയ്യും. അതായത് അറിയോ, ഒരു ഫാമിലി വളരെ നല്ല നിലവാരത്തിൽ കഴിയുന്ന, സമൂഹത്തിൽ ഉന്നത നിലവാരത്തിൽ കഴിയുന്ന ഒരു ഫാമിലിയാണ്. ആ ഫാമിലി ഒരു ദിവസം അവരുടെ അടുത്തൊരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, എനിക്കൊന്ന് കാണണമായിരുന്നു, അപ്പോൾ എവിടെ വരാൻ പറ്റും? അപ്പോൾ കോഴിക്കോട് ഭാഗത്തു നിന്നാണ് അവർ എന്നെ കാണുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മലപ്പുറത്ത് വരാം. മലപ്പുറത്ത് നമ്മുടെ ഒരു ഹാപ്പി സോണിൻ്റെ ഒരു സെൻറ്ററിൽ എല്ലാ ആഴ്ചയിലും അവിടെ ട്രെയിനിങ് നടക്കുന്നുണ്ട്, അവിടെ വരാം. അവർ വന്നു. എന്താ വിഷയം? വിവാഹം കഴിഞ്ഞു ഒരു കുട്ടിയുള്ള 2, 2.5, 3 വയസ്സുള്ള ഒരു കുട്ടിയുള്ള മകൾ. ആ മകൾ B.Ed കഴിഞ്ഞ മോളാണ്. മോളുടേതാണ് കേസ്. മോൾ എന്താ പറയുന്നത്? എനിക്ക് ഈ വൈവാഹിക ജീവിതം വേണ്ട, ഇത് ഡൈവോഴ്സ്, ത്വലാഖ് വേണം, എത്രയും പെട്ടെന്ന് പിരിയണം. ഈ പാരൻസ് ചോദിക്കുന്നു, എന്താണ് കാരണം? കാരണമൊന്നുമില്ല, എനിക്കിപ്പോൾ വേണ്ട. അപ്പം ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു, നിങ്ങൾക്ക് സംസാരിക്കാം. എന്താണ് കാരണം? കാരണമൊന്നുമില്ല, എനിക്കിപ്പോൾ വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരാഴ്ച എടുത്തിട്ട് നിങ്ങൾ എനിക്കിതിനൊരു കാരണം പറഞ്ഞു തരണം. കാരണം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ മാതാവ്, ഇവരെല്ലാം ചേർന്ന് വളരെ കഷ്ടപ്പെട്ട് സെറ്റിൽ ചെയ്തെടുത്ത ഒരു വൈവാഹിക ജീവിതം. ആ വൈവാഹിക ജീവിതം വേണ്ട എന്ന് പറയാൻ, നിരുപാധികം വേണ്ടെന്ന് പറയാനുള്ള അധികാരമൊന്നും നമുക്കില്ല. ഉണ്ടോ? ഇല്ല. എന്താ? അങ്ങനെയൊരു വിഷയമുണ്ട്. ഇന്ന് പലർക്കും പ്രണയം ദുരന്തമാകാനുള്ള ഒരു കാരണമാണ് വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ 1-to-1 ലൈഫാണ് എന്ന സങ്കല്പമുണ്ട്. അതൊരു വലിയ മിസ്റ്റേക്കാണ്. ആണോ? ഒരാളും തമ്മിലുള്ള ജീവിതം മാത്രമാണോ വിവാഹ ജീവിതം? അല്ല. ഫാമിലിയും ചേരുന്നതാണ് വിവാഹ ജീവിതം. ഒരു കല്യാണം 2 ആൾ മാത്രം ഒറ്റക്കൊരു റൂമിൽ, അങ്ങനെയാണോ കല്യാണം സ്ഥാപിക്കുന്നത്? ആണോ? കല്യാണ ചടങ്ങ് അങ്ങനെയാണോ? അല്ല. ഫാമിലിയും ആ ഫാമിലിയുടെ അനുബന്ധങ്ങളും ചേർന്നാണ് വിവാഹ ചടങ്ങ്. അത് കഴിഞ്ഞൊരു സൽക്കാരം, ഇവർ 2 ആൾ ഒറ്റക്കാണോ? അല്ല. അത് കഴിഞ്ഞ് ഇവർ ഒരു കുഞ്ഞിന് ഉടമയായി, കുഞ്ഞിന് ഒരു ഗർഭധാരണം നടന്നു, അതിനുശേഷം ഒരു ഹോസ്പിറ്റലിൽ പോകുന്നത് പലപ്പോഴും ഒറ്റക്കാണോ? അല്ല. അത് കഴിഞ്ഞൊരു പ്രസവം നടന്നു, ഒരു അക്കീക്കത്ത് ഇറക്കുന്നത് ഒറ്റക്കാണോ? അല്ല. അത് കഴിഞ്ഞൊരു വീടുണ്ടാക്കുകയാണ്, അത് ഒറ്റക്കാണോ? അല്ല. വീട് കൂടുകൾ ഒറ്റക്കാണോ? അല്ല. അങ്ങനെ തുടങ്ങി ദാമ്പത്യ ജീവിതത്തിലെ വലിയൊരു പാർട്ട് ഫാമിലി ടു ഫാമിലി ജോയിനിങ് ആണ്, ചേർന്നിട്ടുള്ളതാണ്.
അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോസസ്സിനെ കുറിച്ചുള്ളൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് പലരും ചില അന്ധകാരങ്ങളിലേക്ക് പോകുന്നത്. അതിരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ പറയുന്നത്, ഈ സഹോദരിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ സമയമെടുക്കുക. നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം, ഇപ്പോൾ നിങ്ങൾ അലോൺ, ഒറ്റക്കാണ് കഴിയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും കൂടെ ജോയിൻ ചെയ്യൂ ഫസ്റ്റ്. കാരണം അവരുടെ വീട്ടിലാണ് കഴിയുന്നത്. അവരുടെ വീട്ടിൽ കഴിയുന്ന സമയത്ത് മാതാവിനോട് ഒരിക്കലും സംസാരിക്കുന്നില്ല, പിതാവിനോട് ഒരിക്കലും സംസാരിക്കുന്നില്ല. ഒറ്റയ്ക്കിരിക്കുന്നു, ഒറ്റയ്ക്ക് മൊബൈൽ വീഡിയോ കണ്ടിരിക്കുന്നു, റീൽസ് കണ്ടിരിക്കുന്നു, ഷോർട്സ് കണ്ടിരിക്കുന്നു, ചിലപ്പോൾ ധാരാളം ദിക്റുകൾ ചൊല്ലുന്നു, അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു. അതല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മൾ നല്ലത് എന്ന് കരുതുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒറ്റയ്ക്ക് കഴിയാൻ. സ്വന്തം ഉമ്മയോട് ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ അവർക്ക് സമയമില്ല. അവർക്ക് വേണ്ടി പാചകം ചെയ്യുമ്പോൾ പോലും സ്വന്തം ഉമ്മയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ഉമ്മയെ ഒന്ന് സഹായിക്കാനോ അവർക്ക് സമയമില്ല, മൈൻഡും ഇല്ല. അപ്പം നിങ്ങൾ ആദ്യം ഒരു 20 മിനിറ്റെങ്കിലും പെർ ഡേ ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ കൂടെ ഒന്നിച്ചിരിക്കും. 20 മിനിറ്റ്. നമ്മൾ പോസിറ്റീവ് സൈക്കോളജിയിലൊക്കെ ഒരുപാട് തെറാപ്പികൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഇൻക്ലൂസീവായ, അതിൽ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട ഒരാശയമാണത്. ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു നല്ല ഐഡിയ പറയാം. നിങ്ങൾ ഹദ്ദാദ് ചൊല്ലാം, ഒന്നിച്ചിരുന്ന് ഹദ്ദാദ് ചൊല്ലാം. നല്ലൊരു ആക്ടിവിറ്റിയാണ്, ബെസ്റ്റ് ആക്ടിവിറ്റിയാണ്. ഹദ്ദാദ് ചൊല്ലുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഹദ്ദാദിൻ്റെ ഫസ്റ്റ് സെഷനിൽ, അതായത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊരു ഡൈനിങ് ഹാളിലോ അതുപോലുള്ളൊരു സദസ്സിൽ നിങ്ങൾ ഒന്നിച്ചിരിക്കണം. ഒന്നിച്ചിരുന്നിട്ട് അവിടെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന, എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന, എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു സ്വീറ്റ്സ്, മധുര പലഹാരം നേരത്തെ സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഹദ്ദാദ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് ഷെയർ ചെയ്യണം. എന്നിട്ടൊരു 10 മിനിറ്റ് നിങ്ങൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കണം. അതിലാരും ആരെയും ബ്ലെയിം ചെയ്യരുത്, കുറ്റപ്പെടുത്തരുത്. അങ്ങനെ ഒരു 10 മിനിറ്റ് സംസാരിക്കണം. ഇങ്ങനെ ഒരാഴ്ച ചെയ്തതിന് ശേഷം വരാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞവർ വന്നു. അവർ പറഞ്ഞു 2 ദിവസം മാത്രമേ ചെയ്തിട്ടുള്ളൂ, അന്ന് നല്ല റാഹത്തുണ്ടായിരുന്നു, പിന്നെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, നമ്മൾ എന്താ ചെയ്യുന്നത്, കണ്ടിന്യൂ ചെയ്യുന്നോ? ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. വീണ്ടും ഒരാഴ്ച. ഇവിടെ എൻ്റെ മർമ്മപ്രധാനമായൊരു പോയിന്റ്, ഈ സഹോദരിയെ ഞാൻ ഈ വിഷയത്തിലേക്ക് ശ്രദ്ധിപ്പിക്കാനുള്ള ഒരു കാരണം എന്താ അറിയാം? ഈ കുട്ടിയുടെ 2.5 വയസ്സുള്ള ഈ കുട്ടിയെ കണ്ട സമയം എൻ്റെ മനസ്സിൽ ഓടിയത് വലിയ ഒരു ചിന്തയാണ്. ഞാൻ ഈ സമീപകാലത്ത് ഒരു വർഷത്തിനിടയിൽ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ ഒരു കോച്ചിങ് കൊടുക്കുന്നതിനിടയിൽ, ഒരു മെൻറ്റേഴ്സ് കോച്ചിങ് കൊടുക്കുന്നതിനിടയിൽ ഒരു രംഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് വളരെ വലിയ ഉയർന്ന നിലവാരമുള്ള സ്കൂളാണ്. ഇന്ത്യൻസും അല്ലാത്ത നേഷൻസും ഒക്കെ ഉള്ള, ഇന്ത്യ അല്ലാത്ത മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ തന്നെ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നൊരു സ്കൂളാണ്. ആ സ്കൂളിലെ ഒരു കുട്ടി, ആ കുട്ടിയുടെ ഒരു അസുഖം, എന്താണ് അസുഖം എന്നറിയോ? പെട്ടെന്ന് പൾസ് നഷ്ടപ്പെട്ടു പോവുക. പൾസ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഡേഞ്ചറസ് ആണത്. പക്ഷേ ഈ പൾസ് നഷ്ടപ്പെട്ടു പോകുമ്പോഴും ഈ കുട്ടിക്ക് ഒരു ഇൽനെസ്, ഒരു പരസ്പരം ഈ കുട്ടിയുടെ ശരീരവും മനസ്സും അല്ലെങ്കിൽ ഈ ഉണ്ടായിരിക്കുന്ന സംഭവം തമ്മിൽ റിലേറ്റഡ് അല്ലാത്ത, ബന്ധമില്ലാത്തൊരവസ്ഥ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു രോഗം ഉണ്ടെങ്കിൽ ആ രോഗം ഓൾ ബോഡി റിലേറ്റഡ് ആയിരിക്കും. ഒരാൾക്ക് പനിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു കാലുവേദന ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു തലവേദന ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു കണ്ണുവേദന ഉണ്ടെങ്കിൽ, അത് ശരീരത്തെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തെയും അത് ബാധിക്കും. ഈ കുട്ടിയിൽ അങ്ങനെ ഒരു കണക്ഷൻ കാണുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടിയുടെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഉടനെ തയ്യാറാക്കിയിട്ട് എനിക്ക് തരണം പറഞ്ഞു. അങ്ങനെ ആ മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ഡോക്ടർ പറയുന്നു, ഈ കുട്ടിക്ക് ഈ പറയപ്പെട്ട അസുഖം ഫിസിക്കലി ഇല്ല. ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടിയുടെ ഫാമിലിയെക്കുറിച്ച് ഉടനെ പഠിക്കണം. ഫാമിലിയെക്കുറിച്ച് പഠിച്ചു. അവർ പറഞ്ഞു, ഇവർ പാരൻസ് 2 പേരും സെപ്പറേറ്റഡാണ്. പാരൻസ്, മാതാവും പിതാവും സെപ്പറേറ്റഡാണ്. ഇവരുടെ ഇടയിൽ 9 വർഷമായി, ദീർഘമായ 9 വർഷമായി ഇവർ പരസ്പരം കലഹിച്ച് കഴിയുന്നവരാണ്. ഞാൻ പറഞ്ഞു, ഇവരുടെ പ്രശ്നം, ഈ മാതാപിതാക്കളുടെ പ്രശ്നം തീർന്നാൽ ഈ കുട്ടിയുടെ അസുഖം മാറും. ഇനി ഞാനൊരു കേസ് കൂടി പറയാം. ഈ അടുത്ത് ഒരു സുഹൃത്ത്, അദ്ദേഹം, ഞാൻ തിരൂരിലെ നമ്മുടെ ഹാപ്പി സോണിൻ്റെ ഒരു ട്രെയിനിങ് സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുട്ടിയെ കൂടെ കൂട്ടിയിട്ട് വന്നു.
ഈ കുട്ടിയെ 4 വർഷമായി നിരന്തരം ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 4 മാസമായിട്ട് കുട്ടിയുടെ മൂത്രത്തിൽ രക്തം കലർന്നു വരികയാണ്. എല്ലാ ചികിത്സകളും നടത്തി, മനഃശാസ്ത്ര വിദഗ്ധരെ കണ്ട് ചികിത്സ നടത്തി, ശാരീരികമായുള്ള എല്ലാ ടെസ്റ്റുകളും നടത്തി, ഈ കുട്ടിയുടെ അസുഖത്തിന് മാത്രം പരിഹാരം ഉണ്ടാകുന്നില്ല. ഇതുപോലെ ഈ കുട്ടിയെ, ഞാൻ പറഞ്ഞു, ഈ കുട്ടിയുടെ പഠന സംവിധാനത്തിൽ നിങ്ങൾ ചെറിയൊരു മാറ്റം വരുത്തണം. 2 ആഴ്ച തികയുമ്പോഴേക്ക് ഈ കുട്ടിയുടെ എല്ലാ അസുഖങ്ങൾക്കും മാറ്റം വന്നു. ഈ കുട്ടി പൂർണ്ണമായി 4 വർഷം നിരന്തരം ചികിത്സിച്ചിട്ട് മാറാത്ത അസുഖങ്ങളെല്ലാം മാറി. ഇവിടെ ഈ രക്ഷിതാവിനെ, ബിഎഡ് കഴിഞ്ഞിരിക്കുന്ന രക്ഷിതാവിനെ, സഹോദരിയെ എൻ്റെ മുന്നിലിരുത്തി സംസാരിക്കുന്ന സമയത്ത് കുട്ടിയെ കണ്ട സമയം എൻ്റെ മനസ്സിലോടിയൊരു പിക്ചർ എന്താ പറയുക, ഈ കുട്ടികളാരും ബുദ്ധിയിൽ പിന്നോക്കക്കാരൊന്നുമല്ല, ബുദ്ധിയിൽ വളരെ മുൻപന്തിയിലുള്ളവരാണ്. ഇവരൊക്കെ പഠിച്ചുയരാൻ സാധ്യതയുണ്ട്. ഇവരൊക്കെ പഠിച്ചുയരുന്ന സമയത്ത് നേരിടാൻ സാധ്യതയുള്ള ഒരു പ്രതിസന്ധി എന്താണെന്നറിയാം? അവർക്ക് ലോകത്തോടാകമാനം പ്രതിഷേധം ഉണ്ടാകും. അവർ ലോകം മുഴുവനും നശിപ്പിക്കും. അവരറിയില്ല ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് അവരറിയില്ല. ഒരു ഉമ്മ, ഒരു മാതാവ്, ഒരമ്മ ഒരു കുട്ടിക്ക് ആ ഉമ്മയുടെ പ്രസൻസ്, സാന്നിധ്യം അത് കിട്ടാതിരിക്കുന്ന സമയത്ത് ആ കുട്ടിയിലുണ്ടാകുന്ന അശാന്തിയും അരക്ഷിതാവസ്ഥയും കുട്ടി അറിയാതെ കുട്ടിയെ സ്വാധീനിച്ചു കൊണ്ടിരിക്കും. കുട്ടിയുടെ മൈൻഡിൽ അത് നിറഞ്ഞു നിൽക്കും. ആ കുട്ടി ഒരു മുഖ്യമന്ത്രിയായാൽ, ഒരു പ്രധാനമന്ത്രിയായാൽ ആ രാജ്യം അയാൾ നശിപ്പിക്കും. ആ കുട്ടി ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയാൽ ഉള്ള റോഡ് മുഴുവനും അയാളെ നശിപ്പിക്കും. അയാൾ ഒരു ഏവിയേഷനിൽ വന്നാൽ ഉള്ള ഈ മനുഷ്യന്മാരെയൊക്കെ അയാൾ കൊല്ലും. ഇങ്ങനെ ലോകം മുഴുവനും നശിപ്പിക്കും ഈ കുട്ടി വളർന്നാൽ. അപ്പോൾ ഒരു പാരൻ്റ് ആവുക എന്ന് പറയുന്നത് വലിയൊരു ദൗത്യമാണ്. നിസ്സാരമായ ഒരു കാരണത്തിന് വേണ്ടി ഞാൻ സെപ്പറേറ്റ് ചെയ്യുകയാണ്, ഞാൻ പിരിയുകയാണ് എന്ന് പറയുന്നത് നിരുത്തരവാദിത്വപരമാണ് എന്ന് മാത്രമല്ല കഠിനമായ ക്രൂരകൃത്യമാണ്. ഇന്ന് ത്വലാഖാവുക, ഡൈവോഴ്സ്ഡ് ആവുക എന്നൊക്കെ പറയുന്നത്, വിവാഹത്തിൽ മോചിതരാവുക, വിവാഹമോചനം നേടുക എന്നൊക്കെ പറയുന്നത് അതൊരു വിജയമല്ല, അതൊരു പരാജയമാണ്. ഇന്ന് വിവാഹമോചനം നേടുന്നത് ആഘോഷിക്കുന്നൊരു കാലമാണ്. വിവരക്കേട് അലങ്കാരമാക്കിയാൽ എന്ത് പറയും? ഇവിടെയാണ് പാരന്റിങ്ങിലെ ഫസ്റ്റ് ഭാഗം. എന്താ? ജീവിതം സ്വസ്ഥമാകലാണ് പാരന്റിങ്ങിലെ 1ാമത്തെ ഭാഗം. ഞാനിത് പറയുമ്പോൾ വിശാലമായി സംസാരിക്കുന്നതിന് പകരം ഏറെ ഉപകാരപ്പെടുന്ന ഒരു പാർട്ട് പറഞ്ഞ് ബാക്കിയെല്ലാം സിമ്പിളായിട്ട് പറഞ്ഞു തീർക്കാം. ഇത് സ്ഥിരപ്പെട്ട നിങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റുമാരെ പലരെയും എടുത്തു പഠിച്ചു നോക്കൂ. APJ അബ്ദുൽ കലാം, മലയാളിയായ KR നാരായണൻ എടുത്തു പഠിച്ചു നോക്കൂ. അവർ ഉന്നതങ്ങളിലെത്തുന്നത് എങ്ങനെയാണ്? ഇമാം ഷാഫഈ റളിയല്ലാഹു അൻഹു ഉന്നതങ്ങളിലെത്തുന്നത് എങ്ങനെയാണ്? വലിയ ധനികരിൽ പിറന്നതുകൊണ്ടല്ല. KR നാരായണന്റെ മാതാവ് ജീവിതത്തിലെ അതാത് ദിവസത്തെ അന്നത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി അയൽ വീടുകളിൽ ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് അതിന് കൂലിയായി കിട്ടുന്ന, വേതനമായി കിട്ടുന്ന ബാക്കി ഭക്ഷണങ്ങൾ നൽകി വളർത്തിയ ആളാണ് KR നാരായണൻ. ഉന്നതങ്ങളിലേക്ക് എത്തുന്നത് ആ മാതാവിൻ്റെ ഔദ്യോഗിക വിദ്യാഭ്യാസത്തിൻ്റെ പവർ അല്ല എന്ന് ചരിത്രം പഠിച്ചാൽ കാണാം. ഇമാം ഷാഫഈ റളിയല്ലാഹു അൻഹു ഉന്നതങ്ങളിലെത്തിയപ്പോഴും താൻ ഉന്നതങ്ങളിലെത്തിയതിൻ്റെ നിദാനം എന്താണ്, അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് പറയുന്ന സമയത്തുള്ള കമന്റ് എന്താ അറിയോ? റബ്ബത്നി ഉമ്മി, എൻ്റെ ഉമ്മയാണ് എൻ്റെ പ്രധാനപ്പെട്ട മെന്റർ എന്നാണ്. ഇതാണ് ഷാഫഈ ഇമാമിൻ്റെ കമന്റ്. ഇത് നമുക്കും ബാധകമാണ് എന്നാണ് എൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം. ഈ മൈൻഡാണ് നമുക്ക് ആവശ്യം. ഈ മൈൻഡ് ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം എളുപ്പമാണ്. ഇവിടെ നിങ്ങൾക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ള ഒന്നാണ്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെയും കൊണ്ട് ഒരു ഉമ്മ എൻ്റെ അടുത്ത് വരുന്നു. ഒരു
സ്ഥാപനത്തിൽ റെസിഡൻഷ്യലായി പഠിക്കുകയാണ് മകൻ. +2 ആണ് പഠിക്കുന്നത്. ഇവൻ ഈ സമീപ ദിവസങ്ങളിലായി ഒരു ദിവസം സ്ഥാപനത്തിൽ നിന്ന് വീട്ടിലേക്ക് വന്നു. അവൻ പറഞ്ഞു, ഇനി ഞാൻ പോകില്ല, ഇനി ഞാൻ സ്ഥാപനത്തിലേക്ക് പോകുന്നില്ല, പഠിക്കുന്നുമില്ല, ഞാൻ വല്ല ജോലിയും ചെയ്ത് ജീവിച്ചോളാം. +2 പഠിക്കുന്ന കൊച്ചു പയ്യ. +2 പഠിക്കുന്ന സാധാരണ ആ കുട്ടികളുടെ ഒന്നും ശാരീരിക വളർച്ചയുമില്ല. ഈ കുട്ടിയെ കൊണ്ടുവരുന്ന മാതാവുണ്ട്, പിതാവുണ്ട്. രണ്ടാളും എഡ്യൂക്കേറ്റഡ് ആണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിദ്യാഭ്യാസമുള്ളവരാണ്. ഇവർ പറഞ്ഞു, എന്ത് ചെയ്യണം, വല്ലാത്ത ടെൻഷനാണ്, ഭയങ്കര അസുഖമായി മാറുകയാണ് ഉമ്മക്ക്, എന്ത് ചെയ്യണം? ഞാൻ അവരോട് പറഞ്ഞു, ദയവായിട്ട് നിങ്ങളൊന്ന് ചെയ്യാതിരുന്നാൽ മതി. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നല്ല സംസാരങ്ങൾ നിങ്ങളെ മകനോട് സംസാരിക്കണം. അപ്പം അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കി. ആ വാക്ക് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണൊന്ന് വിടർന്നു. പക്ഷേ കണ്ണ് വിടരുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സന്തോഷം കൊണ്ട് വിടരും, മറ്റൊന്ന് ആശങ്ക കൊണ്ട് വിടരും. ഇതിൽ ആശങ്ക ധാരാളം ഉണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ വൈകുന്നേരം 5 മണിക്കാണ് അയാൾ അറ്റൻഡ് ചെയ്യുന്നത്. ഇന്നലെ 5 മണി മുതൽ ഇന്ന് 5 മണി വരെയുള്ള 24 മണിക്കൂറിനിടയിൽ നിങ്ങളെ മകനോട് നിങ്ങൾ പറഞ്ഞ സന്തോഷമുള്ള ഒരു വാക്കൊന്ന് പറഞ്ഞാട്ടെ. അയാൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒരു വാക്ക് പോലും സന്തോഷത്തോടെ പറഞ്ഞത് പറയാനില്ലായിരുന്നു. ഞാൻ നിങ്ങളോടും വെറുതെ പറയുന്നു, ആരെയും ചോദ്യം ചെയ്യുമൊന്നുമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നലത്തെ ഈ 11 മണിയും ഇന്ന് 11 മണിക്കും ഇടയിൽ നിങ്ങളെ മക്കളോട് നിങ്ങൾ സന്തോഷത്തോടെ സംസാരിച്ചത് എപ്പോഴാണ്? ഞാൻ പറഞ്ഞു, രാവിലെ എഴുന്നേറ്റ സമയം. ഇന്നലെ അവൻ സ്ഥാപനത്തിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് വന്നതാണ്, സ്ഥാപനത്തിൽ നിന്ന് വിട്ടേച്ച് പോകുന്നതാണ്. ആ വിട്ടേച്ച് പോകുന്ന മോനോട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് സന്തോഷത്തോടെ മുഖത്ത് നോക്കാൻ നിങ്ങൾക്ക് കഴിയും? എന്തുകൊണ്ട് കഴിയുന്നില്ല? നിങ്ങളുടെ റീസൺ, കാരണം എന്താ? അവൻ ഇന്നലെ ഇട്ടേച്ച് പോകുന്നല്ലേ, ഇന്ന് അവനോട് നല്ലോണം നിൽക്കല. ഇവിടെയാണ് പ്രശ്നം. ഞാൻ ചോദിച്ചു, സ്ഥാപനത്തിൽ നിന്ന് അവൻ വെക്കേറ്റ് ചെയ്ത് പോരാൻ അല്ലെങ്കിൽ അവനെ പുറത്താക്കാൻ ഇങ്ങനെയൊക്കെ കാരണമാകുമ്പോൾ അവൻ്റെ കൂടെ നിന്ന് അവനെ വളർത്തേണ്ടത് ആരാ? അതിന് അങ്ങാടിയിൽ നിന്ന് ആൾ വരുമോ? അതിന് പുറത്തുനിന്ന് ആൾ വരുമോ? അത് നമ്മൾ ചെയ്യണ്ടേ? ചിലപ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരാറുള്ളത്, ഒരു ദിവസം കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു 8ാം ക്ലാസ്സുകാരനായ ഒരു കുട്ടിയുടെ ഉമ്മയും വല്യമ്മയും കൂടെ എന്നെ കാണാൻ വേണ്ടി വന്നു. ഇപ്പം എന്താ കേസ്? സ്കൂൾ തുറന്നിട്ട് മദ്രസ തുറന്നിട്ട് 6 മാസമായി, കഴിഞ്ഞ വർഷമാണ്. 6 മാസമായിട്ട് ഇവൻ ഇതുവരെ നല്ല രീതിയിൽ സ്കൂളിലേക്കോ മദ്രസയിലോ പോയിട്ടില്ല. മിക്കവാറും ദിവസങ്ങൾ ലീവാണ്, ഭൂരിപക്ഷം ദിവസവും ലീവാണ്. വല്ല ദിവസവും പോയിട്ടുണ്ടെങ്കിൽ അന്ന് ഭയങ്കര പ്രശ്നമായിരിക്കും. അങ്ങനെ കുറേ സമയം ഇവർ വിവരിച്ച കൂട്ടത്തിൽ അവർ പറഞ്ഞു, രാവിലെ ഇവൻ എഴുന്നേൽക്കൂല, എഴുന്നേറ്റാൽ സുബഹി നിസ്കരിക്കണമെങ്കിൽ ഖളാ ആകും, മദ്രസയിൽ പോകാൻ ഭയങ്കര മടിയാണ്, പോയാൽ തന്നെ വഴിയിൽ നിന്ന് തിരിച്ചു പോരും, മദ്രസയിൽ പോകില്ല. ഇങ്ങനെ കുറേ കാലമായി. എന്താണ് ചെയ്യേണ്ടത്? ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്, മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ എല്ലാം കേട്ടു. ഇവരുടെ മുഴുവനും പറഞ്ഞു തീർന്നതിന് ശേഷം ഞാൻ കുട്ടിയോട് സംസാരിച്ചു. കുട്ടിയോട് ഞാൻ ചോദിച്ചു, മോനെ, നിനക്ക് 8ാം ക്ലാസ്സുകാരനല്ലേ, എത്ര വയസ്സുണ്ട്? ഒരു സുമാർ ഒരു 13 വയസ്സുണ്ടാവില്ലേ? ഞാൻ ചോദിച്ചു, നിനക്ക് സുബഹി നിസ്കരിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. ഖളാ ആകാതെ നിസ്കരിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. നിനക്ക് ഇനി മുതൽ സുബഹി ഖളാ ആകാതെ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റും. അടുത്ത എൻ്റെ ചോദ്യം, നിനക്ക് ഇങ്ങനെ ഖളാ ആകാതെ നിസ്കരിക്കാൻ ഉമ്മയുടെ ഏത് തരത്തിലുള്ള സഹായമാണ് വേണ്ടത്? ഉപ്പ നാട്ടിലില്ല. ഉമ്മയുടെ ഏത് രീതിയിലുള്ള സഹായമാണ് വേണ്ടത്? ഉമ്മ വിളിക്കണോ? ഉമ്മ തല്ലണോ? ഉമ്മ എന്തെങ്കിലും ചെയ്യണം? ഇവനൊരു 2-3 സെക്കൻഡ് ഒന്ന് ആലോചിച്ചതിന് ശേഷം ഇവൻ എന്നോട് പറഞ്ഞു, ഉമ്മ എൻ്റെ വഴിക്ക് വരാതിരുന്നാൽ മതി. അപ്പം എൻ്റെ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ നീ സ്വയം ചെയ്യും. മദ്രസയിൽ പോവും, സ്കൂളിൽ പോവോ? ഇല്ല. അപ്പം ഞാൻ സ്കൂളിൽ എന്താണ് ഇപ്പോൾ പ്രശ്നമുണ്ട്? ഞാൻ ശേഷം പറയാം, സമയമുണ്ടെങ്കിൽ ശേഷം പറയാം. നമ്മൾ പഠിക്കേണ്ട ആശയങ്ങളാണ്, രക്ഷിതാക്കൾ പഠിച്ചിരിക്കൽ മസ്റ്റാണ് ഇത്തരം വിഷയങ്ങൾ. അപ്പം ഞാൻ ഈ കുട്ടിയോട് സംസാരിച്ചു, കുട്ടി നിസ്കരിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എത്ര ദിവസം വേണം? കാരണം പെട്ടെന്ന് നടന്നോളന്നില്ലല്ലോ.
അങ്ങനെ കുട്ടി ആലോചിച്ചൊരു 4-5 സെക്കൻഡ് ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരാഴ്ച വേണം. അപ്പം ഞാൻ മധ്യസ്ഥമായിട്ട് ഇടയ്ക്ക് ഇടപെടണമല്ലോ, മധ്യസ്ഥന് റോളൊക്കെ വേണ്ടേ. ഞാൻ പറഞ്ഞു, വേണ്ട, 2 ആഴ്ച കൊണ്ട് ശരിയായാൽ മതി, ധൃതിയൊന്നും വേണ്ട, 2 ആഴ്ച കൊണ്ട് നീ സ്വയം ചെയ്യണം. ഓക്കെ, ഏറ്റു. അപ്പോൾ ഉമ്മനോട് ചോദിച്ചു, വല്യുമ്മയെ സാക്ഷിയും നിർത്തി. നിങ്ങൾ കേട്ടോ? ആ കേട്ടു. എന്താ, നിങ്ങളോട് മറന്നുപോയോ? എന്താ കണ്ടീഷൻ? ഉമ്മ ആ വഴിക്കേ വരരുത്, അത് സ്വന്തം എല്ലാം ചെയ്തോളാം. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ഉപകരണങ്ങൾ വേണോ? ടൈം, ഈ അലാരോ ഒക്കെ ഞാൻ ആലോചിച്ച് ചെയ്തോളൂ, എല്ലാം ചെയ്തോളൂ. അങ്ങനെ തീരുമാനമായി. ഞാൻ പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ വരണം, കാരണം വേരിയേഷൻ കൃത്യമായിട്ട് ഉണ്ടാകണം, എന്നാൽ ആ വേരിയേഷനിൽ ഇടപെടുകയും വേണം. അങ്ങനെ ഒരാഴ്ച തീരുമാനിച്ചു. ഒരാഴ്ച വരെ ഇനി വിളിക്കൂല. പിറ്റേ ദിവസം 8 മണിക്ക് അങ്ങനെ ഞാൻ രാവിലെ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓൺലൈനായിട്ട്. അപ്പോൾ എനിക്കൊരു 18 മിസ് കോൾ ഒരേ നമ്പറിന്ന്. അങ്ങനെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഉടനെ തിരിച്ചു വിളിച്ചപ്പോൾ മറുവശത്തുള്ള ശബ്ദം എന്താ അറിയോ? സദാ ഇന്നലെ വന്ന ഇവൻ്റെ ഉമ്മയാണ് പേര് പറഞ്ഞിട്ട്, ഇവൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അപ്പം എൻ്റെ അടുത്ത ചോദ്യം, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ കുറേ നേരമായി അവനെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു തമാശ ഓർമ്മയായത്. ഒരാൾ ഭാര്യ ബാത്റൂമിൽ നിന്ന് വഴുതി വീണിട്ട് ചുണ്ട് പൊട്ടിയിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഒരു സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇയാളൊന്ന് ബേജാറായി. പറഞ്ഞോനെ 3 മാസം മുമ്പാണ് മറ്റേ സർജറി കഴിഞ്ഞത്, 90 ചിലവായത്. അപ്പോൾ പിന്നെ ഇതിനെത്ര ചിലവാകും? അപ്പോൾ 1 ലക്ഷത്തോളം ചിലവായ ബോധ്യത്തിൽ ഇയാൾ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 300 റുപ്യ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ 600 റുപ്യ എടുത്ത് മേശപ്പുറത്തിൽ വെച്ചിട്ട് പറഞ്ഞു, വേഗം ചെയ്തോ, 2 കൂട്ടിയിട്ട് തുന്നിയാൽ മതിയെന്ന്. ഇതാണ് എനിക്ക് ഓർമ്മയായത്. എവിടെയാ പ്രശ്നം? നാം നമ്മുടെ മക്കളോട് സംസാരിക്കുന്ന സമയത്ത് അവരെ പ്രകോപിപ്പിക്കുന്ന സംസാരം അവരുടെ ആജന്മ സുഹൃത്താണ്. അത് മാറണം. മക്കളെ പ്രകോപിപ്പിക്കരുത്, മക്കളെ ഇൻസൾട്ട് ചെയ്യരുത്. വളരെ മാന്യമായി സംസാരിച്ച് ശീലിക്കണം. മക്കൾ കലഹിക്കുന്നുണ്ടെങ്കിൽ, മക്കൾ എല്ലാറ്റിനും തട്ടുത്തരം പറയുന്നുണ്ടെങ്കിൽ, തർക്കുത്തരം പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വേറെ എവിടെയും പോയി അന്വേഷിക്കൊന്നും വേണ്ട. നിങ്ങളെ സംസാരം ഒരു 3 ആഴ്ചത്തേക്ക് പൂർണ്ണമായി നിർത്തിവെച്ചാൽ മതി. ഒരു കുഴപ്പമുണ്ടാവില്ല, കുട്ടികൾ മാറുന്നത് കാണാം. ഇത് നാം ടീച്ച് ചെയ്യുന്നതാണ്, ശാസ്ത്രീയമായി നമ്മൾ പഠിപ്പിക്കുന്നതാണ്. നിസ്സാര വിഷയങ്ങളിൽ പോലും തർക്കിക്കൽ നമുക്കൊരു രസമാണ്. പക്ഷേ ഇതിലൂടെ ഇവർ പഠിച്ചെടുക്കുന്നത് നമ്മൾ അറിയുന്നില്ല. അത് നമ്മുടെ തലയിൽ തന്നെ തിരിഞ്ഞു വീഴുന്നതും നമ്മൾ അറിയുന്നില്ല. തിരിഞ്ഞു വീഴുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവർ അന്വേഷിക്കുകയാണ്, ഇതെവിടുന്ന് പഠിച്ചു. ഒരു കാര്യം, നാം രക്ഷിതാക്കളുടെ റൂട്ട് ക്ലിയർ ആണെങ്കിൽ ഒരിക്കലും ആ മക്കളുടെ മനസ്സിലേക്ക് ഒരു ദുഷിച്ച ആശയം ലോകത്ത് ഒരു കക്ഷിക്കും സ്ഥാപിക്കാൻ കഴിയില്ല. രക്ഷിതാക്കളുടെ റൂട്ട്, രക്ഷിതാക്കളുടെ പേന, അത് പെർമനന്റ് പേനയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ CD മുകളിലൊക്കെ എഴുതുന്ന? CD ഒക്കെ മറന്നുപോയ ആൾക്കാരോട്, CD മാർക്കർ എന്നതിൻ്റെ പേരെന്നെ. അതുകൊണ്ട് എഴുതിയ മഴയൂല, പെർമനന്റ് പേന എന്നാണ് പറയുന്നത്. ഇതാണ് രക്ഷിതാക്കളുടെ പേന. അത് മറ്റാർക്കും മായ്ക്കാൻ കഴിയില്ല. അള്ളാഹു അങ്ങനെ സെറ്റ് ചെയ്തൊരു പേനയാണത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ദുനിയാവിൽ ബാക്കി ആര് വരക്കുന്ന വരയും അതൊക്കെ ടെമ്പററിയാണ്. അത് നമ്മൾ മായ്ച്ച മഴയും. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നാം അവിടെ വരക്കാൻ. ഇനി ഞാൻ പാരൻറ്റിങ്ങിൻ്റെ അടുത്ത പാർട്ടുകൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തീർക്കാം. നിങ്ങളുടെ മനസ്സിലൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ ഫണ്ടമെൻ്റൽ ഏരിയ, ഉസൂലിയായ അടിസ്ഥാനപരമായ ഏരിയ സ്ഥിരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെന്താ? ജീവിതം സ്വീകാര്യമാവുക എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. ജീവിതം സ്വീകാര്യമാവുക. ഞാൻ ഒന്നുകൂടി പറയാം. പ്രൊഫഷൻ, ആസ് എ വുമൺ, ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒരു മനുഷ്യനെ ഏറ്റെടുക്കാൻ കഴിയുന്ന പ്രൊഫഷനുകൾ, ഡോക്ടർ, എൻജിനീയർ, വക്കീൽ, അക്കൗണ്ടൻറ്റ്, അല്ലെങ്കിൽ സിവിൽ ഏരിയ, ഇങ്ങനെ ഏതും, കലക്ടർ ആവുക, IPS ആവുക, IFS ആവുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള
ഏത് പ്രൊഫഷനും അതിനേക്കാളെല്ലാം എത്രയോ മടങ്ങ് വലിയ പ്രൊഫഷനാണ് ഹോം ഗവേണൻസ്, ഗൃഹഭരണം എന്ന് പറയുന്നത്. ഗൃഹഭരണം എന്ന് പറയുന്നത് അത്രയും വലുതാണ്. ഞാൻ ചെറിയൊരു സംഭവം കൂടെ ആ ഭാഗത്ത് പറഞ്ഞാൽ നിങ്ങൾക്കത് എളുപ്പം മനസ്സിലാകും. ഒരു ദിവസം ഒരു ടീച്ചർ, ആ ടീച്ചർ എന്നോട് പറഞ്ഞു, നല്ല ടീച്ചറാണ്, ഞാൻ പോയ സ്കൂളിലെ ഏറ്റവും കഴിവുറ്റ ടീച്ചറാണ്, ഒരു ഗ്രൂപ്പ് ലീഡറാണ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ലീഡറാണ് അവർ. ആ ടീച്ചർ എന്നോട് ഇതുപോലത്തെ ഒരു സെഷനിൽ അവർ പാരൻസിൻ്റെ കൂടെ ഇരുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു എനിക്കൊരു അപ്പോയിൻമെൻറ്റ് വേണം. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് തന്നെ തരാം, കാരണം എനിക്ക് വാഹനം കിട്ടാൻ ഇനിയും ഒരു മണിക്കൂറോളം കാത്തിരിക്കണം. അപ്പോൾ പറഞ്ഞു അതുപോലെ എനിക്ക് ഈ സെൻട്രൽ തന്നെ വരണം. ഞാൻ സെൻട്രൽ വന്നു. സെൻട്രൽ വന്നിട്ട് അരമണിക്കൂറിലേറെ ഇവർ കരഞ്ഞു. പറയാൻ തുടങ്ങിയപ്പോൾ കരഞ്ഞു, അരമണിക്കൂറോളം കരഞ്ഞു. ഞാൻ കരഞ്ഞോളം പറഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു, സത് എൻ്റെ ടെൻഷൻ, എനിക്ക് 2 മക്കളാണ്. മൂത്തവൻ 7-8 വയസ്സായിട്ടുണ്ട്, രണ്ടാമത്തത് 3.5 വയസ്സായിട്ടേ ഉള്ളൂ. മൂത്തവൻ നന്നായി പഠിക്കും, നല്ല സ്വഭാവമാണ്, ഇപ്പം നിസ്കരിക്കും, ഖുർആൻ ഓതും, എല്ലാ ദിക്റും ചൊല്ലും, കാരണം സഹ്റത്തുൽ ഖുർആനിൽ പഠിച്ചതാണ്, ഒക്കെ ഉഷാറാണ്. പക്ഷെ രണ്ടാമത്തെ കുഞ്ഞു 3.5 വയസ്സുകാരൻ, അവൻ എൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ എന്നെ ദീനേന നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ കുടുംബങ്ങളിൽ എവിടെയും കല്യാണത്തിനോ ഒരു ചടങ്ങിനും പോകാറില്ല. സ്കൂളുമായി ബന്ധപ്പെട്ട പബ്ലിക് ചടങ്ങുകളിലൊക്കെ പലപ്പോഴും ഞാൻ പങ്കെടുക്കാൻ ഭയപ്പെടുകയാണ്. എൻ്റെ മകനാണ് എൻ്റെ വിഷയം. എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ തിരിച്ചെത്തുമ്പോൾ എനിക്കൊരു ഇടിത്തീ പോലെയാണ് എൻ്റെ മകൻ. കാരണം അയൽ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ടതില്ല. ആ വീട്ടിൽ തന്നെയുള്ള മൂത്ത 7 വയസ്സുകാരൻ 8 വയസ്സുകാരൻ പറയാണ്, ഉമ്മ എൻ്റെ മുടി ഉടനെ വെട്ടിത്തരണം, കാരണം ഇച്ചിരി മുടി വലുതായാൽ ഈ 3.5 വയസ്സുകാരൻ അവൻ പിടിച്ചത് കൈകാര്യം ചെയ്യും. ഇവനെ ഭയപ്പെട്ടിട്ട് ഈ രീതിയിൽ എല്ലായിടങ്ങളിലും ക്രൂരകൃത്യം ചെയ്യുന്ന വളരെ കൊച്ചു മോനാണ്. ഈ മോനെ കാണിച്ചിട്ടാണ് പറയുന്നത് ഇവൻ ഇങ്ങനൊരു ഭീകരവാദിയാണ്, എന്ത് ചെയ്യണം. ഞാൻ ആ ടീച്ചറെയും ആ ടീച്ചറുടെ ഫാമിലിയും ഒക്കെ പഠിച്ചു, ആ ഹസ്ബൻഡിനെ പഠിച്ചു, അവരെ ഫാമിലിയും പഠിച്ചു. 2 ഫാമിലിയും തലമുറകളോളം നല്ല ശാന്ത സ്വഭാവക്കാരാണ്, 2 ഫാമിലിയും. പിന്നെ എവിടെ നിന്നാണ് ഈ കുട്ടി ഇങ്ങനെ അശാന്തി പകരുന്നത്? അല്ല, ഞാൻ ഈ ടീച്ചറോട് ചോദിച്ചു, 1ാമത്തെ കുട്ടിയെ നിങ്ങൾ ഗർഭം ധരിച്ചത് എപ്പോഴാണ്? അങ്ങനെ ഓരോന്നും ചോദിച്ചു. അപ്പോഴൊക്കെ ഈ ടീച്ചർ ഫ്രീ ആണ്. 2ാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ചതും അതുപോലെ ഗർഭിണിയായതും പ്രസവിക്കുന്നതും മുലയൂട്ടുന്നതുമായ ചെറിയൊരു സമയം ഒഴികെയുള്ള ബാക്കിയുള്ള സമയങ്ങളെല്ലാം ടീച്ചർ ടീച്ചിങ്ങില്ല. ഞാൻ ഈ ടീച്ചറോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്? CP വർക്കി എന്ന കേരളത്തിലെ പ്രഗത്ഭനായ ഒരു സൈക്കോളജിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവക്കുറിപ്പിൽ ഒരു കാര്യം രേഖപ്പെടുത്തുന്നത് കാണാം. ഒരു പ്രീ സ്കൂളിൽ KG സെഷൻ പോലെയുള്ള വളരെ ചെറിയ ക്ലാസ്സിലെ ഒരു ക്ലാസ്സിൽ ഇദ്ദേഹത്തിൻ്റെ സ്കൂളിൽ ഒരു അനുഭവം, ഒരു കുട്ടി മാത്രം ഭയങ്കര ക്രൂരകൃത്യം ചെയ്യുക. അങ്ങനെ ടീച്ചേഴ്സ് ഇയാളെ ഒരു ചലഞ്ച് ആയിട്ട്, ഒരു വെല്ലുവിളിയായിട്ട് ഈ കേസ് മുന്നിൽ വെച്ച് വെല്ലുവിളിച്ചു. ഈ കേസ് സാറിന് പരിഹരിക്കാൻ പറ്റും. കാരണം എന്താ അറിയോ, ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ടീച്ചറാണ്. അപ്പോൾ എന്തു പറഞ്ഞിട്ടാണ് ഈ കുട്ടിയിൽ പ്രശ്നം കണ്ടെത്തുക? അങ്ങനെ ഇദ്ദേഹം പഠനം നടത്തിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ പരിഹാരം കാണിച്ചു തരാം. 3 മാസം ഒരു ടീച്ചർക്ക് ഇൻചാർജ് കൊടുത്തു. ഒരു മാതാവിൽ നിന്ന് കിട്ടേണ്ട കെയറിങ്ങിൻ്റെ ഐറ്റംസ് വളരെ നാച്ചുറലായിട്ട് കൊടുക്കാൻ ഈ ടീച്ചറെ ഇയാൾ പഠിപ്പിച്ചു. ആ ടീച്ചറുടെ ഒരു 3 ആഴ്ചത്തെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് കുട്ടി ശാന്തനായി, കുട്ടിയുടെ എല്ലാ വികൃതി അവസാനിച്ചു. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഒരു മാതാവിൻ്റെ മനസ്സാന്നിധ്യം എന്ന് പറയുന്ന ഒന്ന് ഈ കുട്ടിക്ക് കിട്ടുമ്പോൾ കുട്ടി മനുഷ്യക്കുഞ്ഞായി വളരുകയും അതിൻ്റെ അസാന്നിധ്യം ഉണ്ടാകുമ്പോൾ ബാക്കിയെല്ലാം ഈ കുട്ടിക്കുണ്ട്. കളിപ്പാട്ടമുണ്ട്, എല്ലാം ഉണ്ട്, സമൃദ്ധമാണ്, ലക്ഷറി സ്പേസാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ കുട്ടി അശാന്തിയിലാണ്. എവിടെയാ പ്രശ്നം? മാതൃത്വമുള്ള മനസ്സാണ് വേണ്ടത്. ഞാൻ ചോദിക്കുന്നത്, ഒരു ടീച്ചറായിരിക്കുമ്പോൾ, വക്കീലായിരിക്കുമ്പോൾ, ഡോക്ടറായിരിക്കുമ്പോൾ മനസ്സ് ഫ്രീ മൈൻഡോടുകൂടെ സ്വന്തം കുഞ്ഞിന് മനസ്സ് കൊടുക്കാൻ എപ്പോഴാണ് സമയം കിട്ടുക? ആലോചിച്ചോ നിങ്ങൾ.
ഞാൻ സ്കൂളുകളുടെ മാനേജറായി 12 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. ഹയർ സെക്കൻഡറി മുതൽ സെക്കൻഡറി മുതലുള്ള വ്യത്യസ്ത സെഷനിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിച്ച 80% മേലെ ടീച്ചേഴ്സും സെയിം. ഏതാണ് ഏറ്റവും വലിയ പ്രൊഫഷൻ ആസ് എ വുമൺ? ഒരു പെണ്ണ് എന്ന നിലയിൽ പെണ്ണ് നഴ്സിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ, ഡോക്ടറാകുമ്പോൾ, വക്കീലാകുമ്പോൾ, എഞ്ചിനീയർ ആകുമ്പോൾ സ്വന്തം കുഞ്ഞിന് നൽകേണ്ട മദർ വേർവ്സ് അത് നൽകുന്നിടത്ത് പരാജയപ്പെടുമ്പോൾ അയാൾ ചെയ്യുന്നത് ഒരു തലമുറയെ നശിപ്പിക്കലാണ്. അധികാരമില്ലാത്ത ഒന്നാണ് നമുക്കത്. ഇവിടെയാണ് ഞാൻ പാരന്റിങ്ങിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ പറയുന്നത്, പാരന്റിങ്ങിന്റെ ബേസിക് സ്റ്റോൺ, മൂലക്കല്ല്, അടിസ്ഥാന ശില, അത് നിങ്ങളുടെ സ്വസ്ഥതയുള്ള മനസ്സാണ്. ഈ സ്വസ്ഥതയുള്ള മനസ്സിന് വേണ്ടത് ഹോം ഗവേണൻസ് എന്നത് നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിലെ സാമാന്യ കുടുംബങ്ങളിൽ ഒരു പെണ്ണിന് ഈ ഒരു ഹോം ഗവേണൻസ് ഇല്ലെങ്കിൽ അത് മറ്റൊരു അശാന്തിയായിട്ട് മാറും. അതായത് രാവിലെ നാസ്ത കഴിക്കണം, നാസ്ത കഴിച്ചിട്ട് ഫ്രീ ആയിട്ട് സോഫന്റെ മേലെ ഇരുന്ന് പത്രം വായിക്കണം, ഉച്ചയായിട്ട് ലുഹറാകുമ്പോൾ ലുഹർ നിസ്കരിക്കണം, അത് കഴിഞ്ഞ് സവിസ്തരിച്ചൊന്ന് ഉറങ്ങണം, അത് കഴിഞ്ഞ് അസുർ വാങ്ങി കൊടുത്താൽ ഒന്ന് അസുർ നിസ്കരിക്കണം, പിന്നെ വിശാലമായ ഒന്ന് കട്ടൻ കുടിക്കണം, അത് കഴിഞ്ഞിട്ട് അസ്തമിക്ക് ഒന്ന് കട്ടൻ ചായ കുടിക്കണം. ഇങ്ങനെ 3 ആഴ്ച തുടർന്നാൽ ഭ്രാന്താകും. അതിനാ ജയിലെന്ന് പറയാം. ഇതില്ലാതിരിക്കണമെങ്കിൽ സ്വന്തം ഉത്തരവാദിത്വമുള്ള ഒരു ഗൃഹഭരണം ആവശ്യമില്ലേ? ഇതാണ് മാതൃത്വത്തിനാവശ്യമായ പാരന്റിങ്ങിന്റെ അടിസ്ഥാന ശൈലി എന്ന് പറയുന്നത്. ഇത് ഉൾക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു ഗെയിം പോലെ സാധിക്കും. ഉൾക്കൊണ്ട് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ അതൊരു ഗെയിം പോലെ നമുക്കത് എളുപ്പമാണ്. ഒരു ഗെയിം പോലെ എളുപ്പമാണ്. ഞാൻ എൻ്റെ ഭാര്യ വീട്ടിൽ പോയി കഴിഞ്ഞ ദിവസം. അപ്പോൾ ഭാര്യയുടെ ഉമ്മ, അള്ളാഹു നല്ല ആഫിയത്ത് നൽകുമാറാകട്ടെ, ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രായം കുറേ ആയിട്ടുണ്ട്. അപ്പോൾ ജോലി ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അവർക്കത് അസുഖമായിട്ട് മാറും. അത് ചെയ്യണം, വല്ലതുമൊക്കെ ചെയ്യണം. ഇത് ഒരു സ്വാഭാവികതയാണ്. അത് സ്വയം ഒരു റെസ്പോൺസിബിലിറ്റിയായി ഉത്തരവാദിത്വമായി ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അവർക്ക് സ്വസ്ഥത ഉണ്ടാകും. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് ഒരു സുഹൃത്ത് വിദേശത്ത് നിന്ന് 3 മാസത്തെ ലീവിന് വന്ന അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല, വേഗം തിരിച്ചു പോയാലോ എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അത് എൻ്റെ ഉപ്പ മരിച്ചിട്ട് 2 വർഷമായിട്ടേ ഉള്ളൂ. ഉമ്മ എൻ്റെ കൂടെയാണുള്ളത്. എൻ്റെ ഭാര്യയും എൻ്റെ ഉമ്മയാണ്. ഞങ്ങൾ തറവാട് മാറി സ്വന്തം വീടൊക്കെ എടുത്തു. വേറെ സ്വസ്ഥതയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഉമ്മാക്ക് ഭയങ്കര ആശങ്കയാണ്. എന്താണ് ഉമ്മയുടെ ആശങ്ക? എൻ്റെ വീട്ടിൽ, ഞാൻ എടുത്ത വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ വന്നു നോക്കിയാൽ ഉമ്മാക്ക് കാര്യമായിട്ട് ചെയ്യാൻ പണിയൊന്നും ഉണ്ടാവില്ല. എല്ലാം ഭാര്യ ചെയ്തിരിക്കും. കാരണം എൻ്റെ വീടാണ്, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ വീടാണ്. ഉമ്മ വരുമ്പോൾ ഉമ്മ ഒരു ഗസ്റ്റാണ്. അപ്പം ഉമ്മക്ക് തീരെ ശരിയാകുന്നില്ല. ഉമ്മക്ക് എന്ത് വേണം? ഉമ്മക്ക് ഉമ്മയുടേതായ ഒരു ഉത്തരവാദിത്വമുള്ളൊരിടമാണെന്ന് തോന്നണം. പലപ്പോഴും കാണാം പല തറവാട് വീടുകളിലും ഉമ്മമാരെ പരിചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ഉമ്മക്ക് തറവാട്ടിൽ തന്നെ പോകണം. എന്താ റെസ്പോൺസിബിലിറ്റി? എൻ്റെ ഉത്തരവാദിത്വം എന്നതൊരു സുഖമാണ്. ഇതാണ് ഹോം ഗവേണൻസ് എന്ന് പറയുന്നത്. ഇതുണ്ടാകുമ്പോഴാണ് ഒരു മാതാവിന് പാരൻ്റാകാൻ കഴിയുന്നത്. ഈ സ്വസ്ഥതയുണ്ടാകുമ്പോൾ ആ സ്വസ്ഥതയെ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യേണ്ട, അനുഭവിക്കേണ്ട ഒരു അനുഭവമാണ് ഗെയിംഫിക്കേഷൻ. എന്താ ഗെയിംഫിക്കേഷൻ? നിങ്ങൾ നോക്കി, ഇത് 11:30 മണിയായി. ഈ 11:30 മണിക്ക് ഗ്രൗണ്ടിൽ കുട്ടികൾക്കെങ്ങാനും പീരീഡ് കൊടുത്തു നോക്കണം. ആ നട്ടുച്ച വെയിലും അവർ ക്രിക്കറ്റ് കളിക്കും. ക്രിക്കറ്റ് കളിക്കുമ്പോൾ തലങ്ങും വിലങ്ങും എമ്മാതിരി ഓട്ട. നേരെ ഓടിയിട്ടുണ്ട് കാസർഗോഡ് എത്തും. അമ്മാതിരി ഓട്ടം ഓടും റൺസിന് വേണ്ടി. എന്നാൽ ഈ റൺസിന് വേണ്ടി ഓടി വേർത്ത് ഷർട്ടൊക്കെ നനഞ്ഞു ഒരു ടെൻഷൻ ഉണ്ടാവും അവർക്ക്? ഇല്ല. നമ്മൾ ഡൈനിങ് ഹാളൊന്ന് കഴുകി തുടച്ച്, അടിച്ചുവാരി ഒന്ന് തുടച്ച്, 2 ബെഡ്റൂമും തുടച്ച്, അടുക്കളയും കൂടി തുടങ്ങുമ്പോൾ പടച്ചോനെ ഇതെന്തിനാ ഇത്ര വലിയ വീടുണ്ടാക്കിയത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് പിശക്. അവിടെയാ പിശക്. ഈ ജോലി ചെയ്ത് കഴിയുമ്പോൾ
നമുക്ക് ഈ കുട്ടികൾ 4 സിക്സ് എടുത്ത അല്ലെങ്കിൽ 4 റൺസ് ഓടിയെടുത്ത ആ ഒരു മൈൻഡ്, ആ ഒരു സുഖം, അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ റൈറ്റ്. അപ്പോഴാണ് നിങ്ങൾ ശരിയാകുന്നത്. അങ്ങനെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സുഖം ഉണ്ടാകൂല, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകൂല. അങ്ങനെയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മക്കൾ സ്കൂൾ വിട്ട് ഓടി വരുന്ന സമയത്ത് കുറ്റാന്വേഷണ സ്വഭാവം ഉണ്ടാകൂല. സ്കൂൾ വിട്ട് കുട്ടി വരുമ്പോൾ ചില ഉമ്മമാർ ആ കൊണ്ടുപോയ ടിഫിൻ കഴുകിയിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. കുട്ടി വിചാരിക്കും പടച്ചോനെ സ്കൂളിന് ഇതിനേക്കാളും നല്ലത്. അടുത്ത ചോദ്യം, ഹോംവർക്കൊക്കെ മര്യാദയ്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ 3-4 ചോദ്യവും 3-4 നിർദ്ദേശവും. ഡ്രസ് അയച്ചിടാൻ, പുസ്തകം വെക്കാൻ. ഇങ്ങനെയാണോ മക്കൾ വരുമ്പോൾ സ്വീകരിക്കേണ്ടത്? അല്ല. മക്കൾ വരുന്ന സമയത്ത് 2 കൈയും നീട്ടി നിഷ്കളങ്കമായി തുറന്ന മനസ്സോടെ ആഹ്ലാദത്തോടെ അവരെ സ്വീകരിക്കണം. ചിലരൊക്കെ പറയും, കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഡിഗ്രി പഠിക്കുന്ന കുട്ടിയാണ്, റെസിഡൻഷ്യൽ സ്ഥാപനത്തിൽ. ആ സ്ഥാപനത്തിലെ പ്രിൻസിപ്പാൾ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, ഞാനൊരു വലിയ കേസ് കുടുങ്ങിയിരിക്കുകയാണ്. ഡിഗ്രി പഠിക്കുന്ന ഈ കുട്ടി പറയുന്നത് എനിക്ക് വീട്ടിൽ പോകണ്ട, ലീവിന് ഞാൻ എവിടെയാ, ഊട്ടിയിലോ, ഊട്ടിയിൽ പോവുകയാണെന്ന് പറഞ്ഞു. ഈ പാരൻസ് വിളിക്കുമ്പോൾ ഈ കുട്ടി പറയുന്നത് ഞാൻ പോകുന്നില്ല, പാരൻസിൻ്റെ അടുത്ത് പോകാൻ എനിക്ക് താല്പര്യമില്ല. ഇങ്ങനെ ഇയാൾ കുറേ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം കൂട്ടി വന്നു. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അതിന് പ്രശ്നമൊന്നുമില്ല, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ആയിക്കോട്ടെ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ സുഖമുണ്ടോ? അപ്പോൾ ഒന്നും ഉണ്ടെന്നില്ല. രണ്ടാമത് ഞാൻ ചോദിച്ചു, നിങ്ങളെ പാരൻസിൻ്റെ അടുത്ത് പോകാനും കാണണമെന്നും നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അപ്പോഴും ഒന്ന് അക്ഷരം ഉണ്ടെന്നില്ല. മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു, നിങ്ങളുടെ റൈറ്റാണ് ഇതൊക്കെ. സ്വന്തം വീട്ടിലെത്തുന്ന സമയത്ത് സന്തോഷം ഉണ്ടാകുക എന്നുള്ള അവനവൻ്റെ അവകാശം. ഇത് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതാണ് നിങ്ങളുടെ പ്രശ്നം. ഞാൻ നിങ്ങളെ സഹായിക്കാം, നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ യു ക്യാൻ ഗോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സഹായം തോന്നുന്നുണ്ട്, ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ വന്നാൽ ഞാൻ നിങ്ങളെ സഹായിച്ചേക്കാം. ഇത് പറഞ്ഞു തീരലും കുട്ടിക്കരയലും. 18 വയസ്സുകാരനായ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാർത്ഥി 10-15 മിനിറ്റ് നേരം തല എൻ്റെ ഡെസ്കിലേക്ക് വെച്ച് പൊട്ടിക്കരഞ്ഞു. എന്നോട് പറഞ്ഞു, എനിക്കെൻ്റെ വീട്ടിൽ പോകാനുള്ള മനസ്സ് മടുത്തു. എന്നോടുള്ള സ്നേഹമെന്ന വ്യാജേന എൻ്റെ രക്ഷിതാക്കൾ കാണിക്കുന്ന കഠിനമായ പെരുമാറ്റങ്ങൾ എൻ്റെ ജീവിതം മടുപ്പിച്ചിരിക്കുന്നു. എന്നെ വിശ്വാസമില്ലാത്തൊരു പാരൻറ്റ്. ഞാൻ വീട്ടിലേക്ക് ചെന്നാൽ അപ്പോൾ ഒരു മാസത്തിലോ അല്ലെങ്കിൽ 3 ആഴ്ച കഴിയുമ്പോഴോ 4 ആഴ്ച കഴിയുമ്പോഴോ വീട്ടിലേക്ക് ചെന്നാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം, എത്ര ദിവസമാണ് ലീവ്, എപ്പോഴാണ് തിരിച്ചു പോവുക, കറക്റ്റ് സമയത്ത് പോയിക്കൊള്ളണം. ഇത് കേൾക്കുമ്പോൾ ഇങ്ങോട്ട് വരേണ്ടതില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഈ പാരൻസിൻ്റെ ശബ്ദം കേൾക്കുന്നത് എനിക്കൊരു അരോചകമാണ്. ആ കുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ വീട്ടിലെത്തിയാൽ എൻ്റെ പാരൻസ് ഒരു നല്ല വാക്ക് പറയുന്നത് കേൾക്കണമെന്ന് ആശിച്ചിട്ട് എൻ്റെ സഹപാഠികൾ ആരും ചെയ്യാത്ത വീട്ടുജോലികൾ വരെ പലപ്പോഴും ഞാൻ ചെയ്തു നോക്കും. പക്ഷെ ആ ജോലി ചെയ്താലും ഒരു സന്തോഷിപ്പിക്കുന്നൊരു വാക്ക് ഞാൻ കേൾക്കാറില്ല. എത്ര ക്യാഷ് വേണമെങ്കിലും തരാം, എനിക്ക് ക്യാഷിനോട് ഒട്ടും മോഹമില്ല. കുട്ടിയുടെ വാക്കാണ്. അങ്ങനെ പറഞ്ഞ് കുട്ടി കരഞ്ഞൊരു വകയായി. ഞാൻ ഈ രക്ഷിതാക്കളെ വിളിപ്പിച്ചു. രക്ഷിതാക്കൾ എൻ്റെ കൂടെ ഇരുന്നിട്ട് പറഞ്ഞു, അവൻ വീട്ടിൽ വന്നാൽ ഞങ്ങളെ കൂടെ വരുന്നില്ല, വന്നാൽ അവൻ റൂമിൽ ഇരിക്കുകയാണ്, അവൻ ഡിവൈസ് ഉപയോഗിക്കുകയാണ്. ഇങ്ങനെ ഇവൻ്റെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, നിങ്ങൾ 3 മാസത്തിനിടയിൽ എപ്പോഴെങ്കിലും ഒരു തവണ അവനെ അഭിനന്ദിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 2 പേരും ലോക വിദ്യാഭ്യാസമുള്ളവരും ഹൈലി എഡ്യൂക്കേറ്റഡുമാണ്. 2 പേരും ഇരുന്ന് കരഞ്ഞു. ആദ്യം അവർ എന്നെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. അവരുടെ കരച്ചിലിൽ വിജയിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു സോറി പറയണം നിങ്ങളെ മകനോട്. സന്നദ്ധാണോ? അവർ പറഞ്ഞു, ചെയ്യാം. ഞാൻ പറഞ്ഞു, മേലിൽ നിങ്ങളുടെ ഈ കുഞ്ഞിനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ കൈകാര്യം ചെയ്യരുത്. നിങ്ങൾ അവന് സ്നേഹം കൊടുക്കണം, അവരെ ബഹുമാനിക്കണം, അവരോട് ബഹുമാനപൂർവ്വം പെരുമാറണം. നിങ്ങളോട് അവൻ പെരുമാറേണ്ട എങ്ങനെയെന്ന് നിങ്ങൾ അവനോട് പറയണം, അവനത് സ്വീകരിക്കും. അങ്ങനെ 1ാമത്തെ ഒരു സിറ്റിംഗ് കഴിഞ്ഞപ്പോൾ
ഞാൻ രണ്ടുപേരോടും പരസ്പരം സോറി പറയാൻ പറഞ്ഞു. രണ്ടുപേരും പരസ്പരം ഹഗ് ചെയ്തു. പ്രശ്നങ്ങളുടെ പ്രധാന ദിശ അവിടെ തീർന്നു. ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാം പരിശീലിക്കേണ്ട മേഖലകൾ: ഒന്ന്, നിങ്ങളൊരു കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആകുമ്പോൾ തന്നെ, ഗർഭിണിയാകുമ്പോൾ തന്നെ നിങ്ങൾ ആ കുഞ്ഞിനെ താലോലിച്ച് ശീലിക്കണം. ഇഷ്ടത്തോടെ താലോലിക്കണം വയറ്റിലിരിക്കുമ്പോൾ. ഒന്നാമത് ഞാൻ പറഞ്ഞത് നിങ്ങൾ മറന്നിട്ടുണ്ടാവുകയില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിവാഹ ജീവിതത്തെ ഇഷ്ടത്തോടെയും സന്തോഷത്തോടെയും അക്സെപ്റ്റ് ചെയ്യണം. ആരെയെങ്കിലും ഭയപ്പെട്ടിട്ട് വിവാഹം ചെയ്യരുത്. വിവാഹം ചെയ്യേണ്ടത് വിവാഹ ജീവിതത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയും അതിൻ്റെ പുണ്യം മനസ്സിലാക്കിയും അതിൻ്റെ സുഖം മനസ്സിലാക്കിയും അതിനെ അക്സെപ്റ്റ് ചെയ്യണം, സ്വീകരിക്കണം. എന്നിട്ട് വിവാഹ ജീവിതത്തിലേക്ക് വരണം. വിവാഹ ജീവിതം എന്നത് കേവലം ഒരു ശാരീരിക സൗഖ്യം മാത്രം അല്ല, അതൊരു വലിയ ഒരു നിർമ്മാണമാണ്. അള്ളാഹു പഠിപ്പിച്ചത്, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ദൗത്യം ഏറ്റെടുക്കുന്നു. ആ ഏറ്റെടുക്കുന്ന മനുഷ്യന് ജന്മം നൽകി ഈ നാട് നിർമ്മിക്കുകയാണ് സത്യത്തിൽ നമ്മൾ വിവാഹ ജീവിതത്തിലൂടെ ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കി വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് പ്രൊഫൈൽ, ഏറ്റവും വലിയ പ്രൊഫൈൽ ഏതാ? ഹോം ഗവേണൻസ്, ഹൗസ് വൈഫ്. അതിൻ്റെ മേലൊരു IFS ഇല്ല. ഇത് ഞാൻ വെറുതെ പറയുകയാണെന്ന് ചിലർക്കെങ്കിലും തോന്നാൻ ചാൻസ് ഉണ്ട്. ഞാൻ നിങ്ങളോട്, അത്തരം ആൾക്കാരോട് പറയുന്നു, നിങ്ങൾ വായിച്ചു നോക്കൂ. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഒരു പുസ്തകം കാണാം, വെൻ ബ്രീത്ത് ബിക്കംസ് എയർ. ഒരു ജീവിതം മരണമാകുമ്പോൾ എന്നർത്ഥം വരുന്ന ലോകത്തറിയപ്പെട്ട 2 ന്യൂറോളജിസ്റ്റുകളുടെ, ഭാര്യയും ഭർത്താവുമായ ന്യൂറോളജിസ്റ്റുകളുടെ പുസ്തകമാണത്. അതുവരെ ലോകത്തുടനീളം സഞ്ചരിച്ച് വലിയ ഡോക്ടറായി ഒരുപാട് രോഗികളെ പരിശീലിച്ച് ശുശ്രൂഷിച്ച് ശീലമുള്ള ഈ ഡോക്ടർ, അദ്ദേഹം പോൾ കാളിനിധി എന്ന് പറയുന്ന ഈ ഡോക്ടർ, അദ്ദേഹം സ്വന്തം ലങ്സിന് ക്യാൻസർ വന്നിട്ട് ചികിത്സക്ക് വിധേയനാകുന്ന സമയത്ത് അദ്ദേഹം ആലോചിക്കുന്നു, ഞാൻ എന്തിനാണ് ഡോക്ടറായത്? അദ്ദേഹം ഭാര്യയുമായി നിരന്തരം സംഭാഷണങ്ങളും ചർച്ചകളും നടത്തുന്നു. അവസാനം ഭാര്യ ഗർഭിണിയാകുന്നു, ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. ആ കുഞ്ഞിൻ്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, സത്യത്തിൽ ഞാനൊരു പ്രൊഫൈല് തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് ഒരു ലൈഫിന് വേണ്ടിയാണ്. ഇങ്ങനൊരു ലൈഫ് ഇപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ സമയം ചിലവഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള ലൈഫ് ഉണ്ടായിട്ട് ആ ലൈഫിന് വേണ്ടി ഞാൻ സെലക്ട് ചെയ്യേണ്ടിയിരുന്ന ഒരു പ്രൊഫൈലായിരുന്നു യഥാർത്ഥ പ്രൊഫൈൽ. അതില്ലാത്തതിൻ്റെ ശൂന്യതയാണ് ഞാനൊരു പേഷ്യൻ്റായപ്പോൾ ഞാൻ അനുഭവിച്ചത്. പകരം എനിക്കൊരു ജീവിതമുണ്ടായിട്ട് ആ ജീവിതത്തിന് വേണ്ടി ഞാനൊരു പ്രൊഫൈല് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനർത്ഥമുണ്ടായിരുന്നു എന്ന് അദ്ദേഹം വിവരിക്കുന്നത് കാണാം. ഞാൻ പറഞ്ഞത് ഇതാണ് യാഥാർത്ഥ്യം. ഒരു IFSകാരൻ, ഒരു IASകാരനാകുന്നത് എങ്ങനെയാ? അയാളുടെ പരിശീലനത്തിനൊടവിൽ പേഴ്സണൽ ലൈഫ് എന്ന ഒരു സ്പേസ്, അത് ലൈഫിൽ നിന്ന് പൂർണ്ണമായി ഡിലീറ്റഡ് ആകുന്ന സമയത്താണ് അദ്ദേഹത്തിനൊരു പ്രൊഫഷൻ ഉണ്ടാകുന്നത്. ഇതൊരു പുരുഷൻ്റെ നാച്ചറിനോട് മാച്ചാകുന്നതാണ്. പകരം ഒരു ലേഡി ഈ ഒരു പ്രൊഫൈൽ സെലക്ട് ചെയ്യുന്നതിലൂടെ തൽക്കാലം അദ്ദേഹം എന്ത് ചെയ്യരുത്? ഒരു കുഞ്ഞിന് ജന്മം നൽകരുത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട വലിയ ഒരു സത്യമാണ് ഈ ആശയം. ഈ ആശയത്തിന് പുറമാണ് പാരന്റിങ് സ്ഥിരപ്പെടേണ്ടത്. ഇങ്ങനെ പാരന്റിങ് സ്ഥിരപ്പെട്ടാൽ നിങ്ങൾ ഗർഭിണിയായിരിക്കുമ്പോൾ കുഞ്ഞിനെ താലോലിക്കണം. എങ്കിൽ ഗർഭസ്ഥകാലത്ത് സംഭവിക്കുന്ന വോമിറ്റിംഗ്, ഛർദിയുടെ കാഠിന്യം കുറയുന്നത് കാണാം. ഗർഭകാലയളവിലെ അസുഖങ്ങൾ കുറയുന്നത് കാണാം. അതുപോലെ കാലയളവിലെ പ്രശ്നങ്ങൾ, പ്രസവത്തിൻ്റെ കോംപ്ലിക്കേഷനുകൾ എല്ലാം കുറയുന്നത് കാണാം. ഞാൻ ആലോചിക്കുകയാണ്, ഒരു ദിവസം നമ്മുടെ ഒരു ലേഡീസ് ഈ പാരൻറ്റിങ് ട്രെയിനിങ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ജോയിൻ ചെയ്തൊരു സഹോദരി ഗർഭിണിയായിരുന്നു. 3 മക്കളുണ്ട്. അവരുടെ ഈ കോഴ്സ് കംപ്ലീറ്റഡ് ആയതിനു ശേഷം, പ്രസവം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് ആ സഹോദരി പറഞ്ഞു, കഴിഞ്ഞ 3 പ്രസവത്തിലും എനിക്ക് കോംപ്ലിക്കേഷനുകൾ ഉണ്ടായിരുന്നു. പ്രഷർ ലോ ആവുകയും അതുപോലെ വ്യത്യസ്തമായ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നതിൽ ട്രിപ്പ് ഇടേണ്ടി വന്നിരുന്നു എല്ലാ പ്രസവങ്ങളിലും. പക്ഷേ
ഈ പ്രസവത്തിൽ എനിക്ക് യാതൊരു ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻ, ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ മെൻ്റലി ഈ ലൈഫ് ആക്സെപ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. അതിനുശേഷം എൻ്റെ ലൈഫ് മാറി. എൻ്റെ മക്കളെ 3 പേരെ ഞാൻ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാൻ വേണ്ടി നന്നായി പ്രയാസപ്പെടാറുണ്ടായിരുന്നു. മഗ്‌രിബായാൽ എൻ്റെ വീട്ടിലൊരു കലഹ അന്തരീക്ഷമാണ്. ഈ മക്കളെ ഒന്ന് പഠിപ്പിച്ചെടുക്കാനുള്ള പ്രയാസം ഒട്ടു വലുതായിരുന്നു. പക്ഷേ ഈ ഒരു മൈൻഡ് സെറ്റ് അതെൻ്റെ ലൈഫിലേക്ക് വന്നപ്പോൾ പിന്നെ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ മക്കളെ ആക്ഷേപിക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെ എന്ത് ചെയ്യണം? ആദ്യം ഈ കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിൽ വേണം. നിങ്ങൾ കുഞ്ഞിനെ മുലയൂട്ടുന്ന സമയം, പ്രസവിച്ച് കഴിഞ്ഞാൽ പലയിടത്തും പ്രസവിച്ച് കഴിഞ്ഞാൽ ഉമ്മാൻ്റെ മട്ടിൽ, കുട്ടീൻ്റെ മട്ടില്ല. നോക്കാൻ 2 ആൾ നോക്കാളും 4 ആൾ വേണ്ടി വരും. ഇങ്ങനെയൊക്കെ ആകുന്നത് ഈ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. പകരം പ്രസവം എന്നത് സാധാരണ ഒരു ബയോളജിക്കലി ഒരു മനുഷ്യ ശരീരത്തിലെ നോർമൽ പ്രോസസ്സാണ്. അത് കഴിഞ്ഞാൽ കുഞ്ഞിനെ പരിചരിക്കാൻ ഈ ഉമ്മക്ക് സത്യത്തിൽ യാതൊരു പ്രയാസവും ഇല്ല. മൈൻഡാണ് വലുത്. മെൻ്റലി പ്രിപ്പയർഡ് ആവുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല. എന്ന് മാത്രമല്ല, കുഞ്ഞിനെ മുലയൂട്ടുന്ന സമയം ഉമ്മമാരുടെ മുലയിലെ മുലപ്പാലിൻ്റെ സാന്നിധ്യം കുറയുന്നത്, അതിൻ്റെ പേഴ്സൻറ്റേജ് കുറയുന്നത് എന്തുകൊണ്ടാണ്? മെൻ്റലി നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നൊരു കുഞ്ഞുവാണ്. 24 hours 24 മണിക്കൂറും സന്തോഷത്തോടെ നിങ്ങളെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നൊരു കുഞ്ഞു വേണം. ഇത് പറയുമ്പോൾ ചിലരൊക്കെ ചിന്തിക്കും അങ്ങനെ അല്ലേ? കുഞ്ഞ് ബെഡിലൊന്ന് മൂത്രമൊഴിച്ചാൽ നിങ്ങൾക്ക് ഡിസ്ട്രാക്റ്റഡ് ആകാൻ പ്രയാസം ഉണ്ടാകാറുണ്ടോ? എങ്കിൽ നിങ്ങളിൽ കറപ്ഷൻ ആവശ്യമുണ്ട്. കുഞ്ഞ് പകൽ ഉറങ്ങി രാത്രി കളിച്ചു നിങ്ങൾക്ക് ആശങ്ക ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ തിരുത്തൽ ആവശ്യമുണ്ട്. മുലയൂട്ടുന്ന സമയത്ത് നിങ്ങൾ മൊബൈൽ, വീഡിയോ, ഷോർട്സ്, റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ പിഴക്കുന്നുണ്ട്. നിങ്ങളുടെ മുലയിൽ ആ മുലപ്പാൽ, നിങ്ങളുടെ ബ്രസ്റ്റിലെ ഗ്രന്ഥികൾ, ബ്രസ്റ്റിൻ്റെ അനാട്ടമി എടുത്തു നോക്കണം നിങ്ങൾ. ഒരുപാട് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളും ഹോർമോണുകളുമാണ് ഈ മുലപ്പാലിലെ പ്രധാനപ്പെട്ട ഇമ്മ്യൂണേഷൻ ഉണ്ടാക്കുന്നത്. അതിന് നിങ്ങൾ മനസ്സുകൊണ്ട് മുലയൂട്ടണം. അതുപോലെ കുഞ്ഞ് വളരുന്ന സമയത്ത് നിങ്ങൾ ഓരോ സമയത്തും കുഞ്ഞിന് ചെയ്യാൻ പറ്റുന്ന ഓരോ സ്റ്റെപ്പുകളും ചെയ്യിപ്പിച്ച് ശീലിക്കണം. വളർച്ചാഘട്ടങ്ങൾ പഠിക്കണം. വിശാലമായി വലിയൊരു സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് അത്തരം വിഷയങ്ങൾ പഠിക്കാൻ ഈ എൻ്റെ പേരുള്ള അബ്ദുൽ ഹക്കീം സഖാഫി ആയഞ്ചേരി എന്ന പേരുള്ള ഒരു യൂട്യൂബ് ചാനൽ കാണാം. അതിൽ മൈൽ സ്റ്റോൺ, കുഞ്ഞുങ്ങളുടെ വളർച്ചാഘട്ടങ്ങൾ എന്നൊരു വീഡിയോ ഉണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളത് കണ്ട് പഠിക്കണം. കാരണം ഓരോ വളർച്ചാഘട്ടവും കുഞ്ഞ് കമിഴ്ന്ന് കിടന്നതിന് ശേഷം തല 10 സെക്കൻഡ് ഉയർത്തുന്നത്, ശേഷം 30 സെക്കൻഡ് ഉയർത്തുന്നത്, അതിനുശേഷം ഇരിക്കുന്നത്, പിടിച്ചു നിൽക്കുന്നത്, മുട്ടിട്ടെഴുന്നത്, ചന്തിയിട്ടെഴുന്നത്, പിടിച്ചു നടക്കുന്നത്, അല്ലാതെ നടക്കുന്നത്, സ്റ്റെപ്പ് കയറുന്നത്, സ്റ്റെപ്പ് ഇറങ്ങുന്നത്, ഇതെല്ലാം ബ്രെയിൻ ജിമ്മുകളാണ്, വളർച്ചാഘട്ടങ്ങളാണ്. ഇതെല്ലാം നമ്മൾ പഠിക്കണം. റൂമിൽ ഒരാൾ വന്നാൽ ആ വന്ന ആളുടെ ശബ്ദത്തിനെ അനുകരിച്ച് ശബ്ദത്തിൻ്റെ ഭാഗത്തേക്ക് കണ്ണുകൾ ചലിപ്പിക്കുന്നത് ഒരു മൈൽ സ്റ്റോണാണ്. ഇങ്ങനെ ഓരോ വളർച്ചാഘട്ടങ്ങളും മനസ്സിലാക്കി അത് സംഭവിക്കുന്നുണ്ടോ ഇല്ലേ എന്നത് മനസ്സിലാക്കി അതിന് ആവശ്യമാകുമ്പോൾ പ്രതിവിധികൾ ചെയ്യാൻ സത്യത്തിൽ കഴിയേണ്ടത് ഉമ്മക്കാണ്. ഇതൊക്കെ പഠനത്തെ കൂടെ സ്വാധീനിക്കുന്നതുമാണ്. ഇനി മക്കൾ വളരുമ്പോൾ അവരുടെ സ്കില്ലുകൾ മനസ്സിലാക്കണം. പ്രായാനുസൃതമായ കളിപ്പാട്ടങ്ങൾ നൽകണം. ഏജ് അപ്രോപ്രിയേറ്റഡ് ടോയ്സ്. പ്രായാനുസൃതമായ കളിപ്പാട്ടങ്ങൾ നൽകണം കുഞ്ഞുങ്ങൾക്ക്. കുഞ്ഞുങ്ങൾ എല്ലാ കളിയും കളിക്കണം. 3 വയസ്സാകുമ്പോഴേക്ക് കുഞ്ഞുങ്ങൾ സാങ്കല്പിക ആശയങ്ങളിലേക്ക് വരണം. കുഞ്ഞുമ്മയായി കളിക്കുന്നു, ഉപ്പയായി കളിക്കുന്നു, കച്ചവടം ചെയ്യുന്നു, സ്കൂളിൽ പഠിപ്പിക്കുന്നു, ഇങ്ങനെ പലതും കുട്ടികൾ കളിക്കുന്നത് കാണാം. ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ സ്കില്ലുകളാണ്, കോഗ്നിറ്റീവ് സ്കില്ലുകളാണ്. ഈ സ്കില്ലുകളെല്ലാം കുട്ടികൾ ഡെവലപ്പ് ചെയ്യണം. അതിനെന്തു വേണം? കുട്ടികളെ വീട്ടിൽ പൂട്ടിയിടരുത്. കുട്ടികളെ ഇപ്പോൾ നമ്മൾ ഈ സദസ്സിലൊക്കെ വന്നാൽ കാണാം, നിങ്ങളെ കൂടെ വന്ന കുഞ്ഞിനെ നിങ്ങൾ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ
അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അവരെ നോക്കുകയും അവർക്ക് ആവശ്യമായ ഒരു ടച്ചിങ് ഒക്കെ കൊടുക്കുന്നില്ലെങ്കിൽ അവർക്ക് അസ്വസ്ഥത വരും. അസ്വസ്ഥത വരുമ്പോൾ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടക്കുകയും പറയുകയും ബഹളം വെക്കുകയും ചെയ്യും. അതേസമയം കൂടെ വന്ന കുഞ്ഞിനെ ഓരോ സമയവും ടച്ച് ചെയ്യേണ്ടതിനനുസരിച്ച് ടച്ച് ചെയ്യുകയും കണ്ണുകൊണ്ട് അവർക്ക് ആവശ്യമായ അറ്റൻഷൻ കൊടുക്കുകയും ഇടയ്ക്ക് അവരെ ഒന്ന് ഹഗ് ചെയ്യുകയും അത്തരം സംഗതികൾ ശ്രദ്ധിക്കുന്ന ഒരു കുഞ്ഞ് ഡിസ്ട്രാക്റ്റഡ് ആവില്ല. 2 മണിക്കൂറൊക്കെ ആ കുട്ടി ഫുള്ളി അത് ഉൾക്കൊള്ളും. അങ്ങനെ ആ കുഞ്ഞിനെ ഡീൽ ചെയ്ത് ശീലിക്കണം, കൈകാര്യം ചെയ്ത് ശീലിക്കണം. ഇനി കുഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും സ്കൂള് മദ്രസ എന്നത് ഭീഷണിപ്പെടുത്താനുള്ള ഇടമായി ഒരിക്കലും ഉപയോഗിക്കരുത്. 4 വയസ്സാകുമ്പോൾ പറയാം, ആ കളിക്കണ്ട, അടുത്ത കൊല്ലം മദ്രസയിൽ പറഞ്ഞേക്കും. ഇങ്ങനെ ചെയ്യരുത്. ഭീഷണിപ്പെടുത്താനുള്ളതല്ല മദ്രസയോ സ്കൂളോ. വീട്ടിലെ പോലെ തന്നെ ആസ്വദിച്ചും അംഗീകരിച്ചും ആസ്വദിച്ചും അവര് അനുഭവിച്ചും പോകേണ്ട അവരുടെ ഒരു ജീവിത ഇടം മാത്രമാണ് സ്കൂളും മദ്രസയും. ഭയപ്പെടുത്തരുത്. സ്കൂളിലും മദ്രസയിലും പോകുമ്പോൾ നിങ്ങൾ അവരെ കൂടെ നിൽക്കാൻ പഠിക്കണം. അതാണ് ഞാൻ നേരത്തെ ഒരു കുഞ്ഞിനെ പറ്റി പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. 8ാം ക്ലാസ്സുകാരൻ മദ്രസയിൽ പോകുമെന്ന് ചോദിച്ചപ്പോൾ ഓക്കെ പോകാമെന്ന് പറഞ്ഞു. സ്കൂളിൽ പോകുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. കുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ സ്കൂളിൽ നല്ലവണ്ണം പോവുകയായിരുന്നു, തുടങ്ങി നല്ല ഉഷാറ് പോവുകയാണ്. ഒരു ദിവസം എൻ്റെ ക്ലാസ്സിലൊരു സയൻസ് സബ്ജക്റ്റിലെ ഏതൊരു സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് എടുക്കുന്ന ഒരു അധ്യാപകൻ വന്നു. അദ്ദേഹം വളരെ മോശമായ ചില പെരുമാറ്റം പെരുമാറി. അത് ഞാൻ പ്രധാന അധ്യാപകനോട് പരാതി പറഞ്ഞു. അങ്ങനെ പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ എൻ്റെ ക്ലാസ്സിൽ നിന്ന് പ്രധാന അധ്യാപകൻ മാറ്റി. പക്ഷെ ഈ മാറ്റിയത് മുതൽ അദ്ദേഹം പലയിടങ്ങളിലായി അദ്ദേഹം എന്നെ ക്രൂശിക്കാൻ തുടങ്ങി. ഇതെനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ള ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പിന്നെ ആൾക്കാരെ എന്നെ, അഥവാ ഞാൻ പരാതി പറയുമ്പോൾ എന്നെ ഒരു മോശമായി കാണാൻ തുടങ്ങി. ഇത് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് സ്വാഭാവികമായ ഒരു ഉമ്മ എന്താ ചിന്തിക്കുക, ഇതിപ്പോൾ ടീച്ചർമാരെ പറ്റി അല്ലെങ്കിൽ അധ്യാപകരെ പറ്റി പരാതി പറഞ്ഞാൽ മോശമല്ലേ? ശ്രദ്ധിക്കണം. ഒരു കുട്ടിയുടെ ന്യായമായ അവകാശങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ അന്വേഷിക്കാതെ എന്ത് ചെയ്യരുത്, 2 ഭാഗവും കേൾക്കാതെ നമ്മൾ മക്കളുടെ ഭാഗം കേട്ട് തീരുമാനവും പറയരുത്. 2ൻ്റെയും ഇടയിൽ നിഷ്പക്ഷത രക്ഷിതാക്കൾക്ക് വേണം. നിഷ്പക്ഷത രക്ഷിതാക്കൾക്ക് വേണം. ഒരു കുട്ടി പറയുന്നതിന് കണ്ണടച്ച് പുറന്തള്ളരുത്, എന്നാൽ കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യരുത്. കുട്ടി പല അർത്ഥത്തിൽ പറയും. ഒരു ദിവസം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. ഒരു ദിവസം ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയൊരു ദിവസമുണ്ട്. ചെറിയ 1ാം ക്ലാസ്സുകാരൻ മദ്രസയിലേക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ വഴിയിൽ നിന്ന് കുട്ടി മദ്രസയിൽ വരാതെ വീട്ടിലേക്ക് തിരിച്ചുപോയി. വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ എത്തിയപ്പോൾ ചോദിച്ചു, ഇതെന്താ നേരത്തെ? അപ്പോൾ പറഞ്ഞു, എന്നെ പുറത്താക്കിയതാണ്. എന്തിനു പുറത്താക്കി? പരീക്ഷ ഫീസ് അടക്കാത്തത് കൊണ്ട്. കുട്ടി മദ്രസയിൽ വന്നിട്ടേ ഇല്ല. അപ്പോഴേക്ക് സമയം 12 മണിയായി. അപ്പം ഈ മദ്രസ കഴിഞ്ഞ് ഈ മദ്രസയിലെ അധ്യാപകൻ, അദ്ദേഹം സ്കൂളിൽ ടീച്ചിങ് ഉള്ള ആളാണ്, അദ്ദേഹം സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഈ രക്ഷിതാവ് ആകെ പ്രകോപിതനായി ചെറിയ 5 വയസ്സുകാരനെ പരീക്ഷാ ഫീസിൻ്റെ പേരിൽ ഇങ്ങനെ തിരിച്ചയക്കുകയാണോ, ഒറ്റയ്ക്ക് തിരിച്ചയച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള വ്യാകുലതയോടെ ചോദ്യം ചെയ്യാൻ വേണ്ടി ആകെ രോഷാകുലനായി സ്കൂളിലെ ക്ലാസ് റൂമിലേക്ക് ഇരച്ചു കയറി ചെന്നു. അദ്ദേഹത്തെ പിടിച്ചു പുറത്തിറക്കി. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്തു? അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, മോന് ക്ലാസ്സിൽ വരികയെ എന്നിട്ട് ഞാൻ പുറത്താക്കുക. അപ്പോഴേക്ക് സംഭവിക്കേണ്ട അപമാനിക്കലെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാൻ സന്നദ്ധമാണെങ്കിൽ ഞാൻ സംസാരിക്കാം. അങ്ങനെ ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ക്ലാസ്സിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാനൊരു കുട്ടിയെയും തിരിച്ചയച്ചിട്ടില്ല. ഇനി അഥവാ ഒരു കുട്ടിക്ക് പരീക്ഷ ഫീസ് അടക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അത് സ്വന്തം ക്യാഷ് എടുത്ത് അടക്കുക എന്നല്ലാതെ ഞാൻ പേരൻസിനെ പോലും അതിൻ്റെ പേരിൽ പ്രയാസപ്പെടുത്താറില്ല. ഇതാണ് എൻ്റെ നയവും എൻ്റെ സമീപന രീതിയും. അപ്പം ഞാൻ ഇതുവരെ ഒരു കുട്ടിയെ അങ്ങനെ ചെയ്തിട്ടില്ല, ഇന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഇയാൾ അന്തം വിടുന്നത്. അപ്പോഴേക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞു പോയി. ഇവിടെ ഞാൻ പറഞ്ഞത് 2 ഉണ്ടാകരുത്. ഈ രക്ഷിതാവ് എന്ത് ചെയ്തു? 8ാം ക്ലാസ്സുകാരനെ കണ്ണടച്ച് അവിശ്വസിച്ചു. അതിൻ്റെ പേരിൽ പരിഹാരത്തിലേക്ക് തുനിയാതിരുന്നപ്പോൾ ഇവൻ ഒറ്റപ്പെട്ടു. ഇവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? മദ്രസ കഴിഞ്ഞ് സ്കൂളിലേക്ക് പുറപ്പെടും.
ബസ് പോയാൽ തിരിച്ചു വരും, പിന്നെ അന്നത്തെ സ്കൂളിൽ പോകും. ഇനി വല്ല ദിവസവും സ്കൂളിൽ പോയാൽ ഇതുപോലെ പ്രശ്നമായിരിക്കും. അപ്പം എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്? ഈ കുട്ടിയെ ഒരു വ്യക്തിയായി കണ്ട് മാന്യമായി കുട്ടി പറയുന്നത് ശ്രദ്ധിക്കാനും, ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്ന് അശ്രദ്ധയോ അല്ലെങ്കിൽ മാന്യതയ്ക്ക് നിരക്കാത്തതോ ആയ പെരുമാറ്റമുണ്ടെങ്കിൽ അധ്യാപകരെ ഇൻസൾട്ട് ചെയ്യാതെ തന്നെ അത് പരിഹരിക്കണം. വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ അതിനൊക്കെ സംവിധാനമുണ്ട്. പ്രധാന അധ്യാപകരുമായി നമുക്ക് സംസാരിക്കാം, PTA ഇടപെടണമെങ്കിൽ ഇടപെടാം. അവിടെയൊന്നും മടിച്ചു നിൽക്കരുത്. നമ്മുടെ മക്കളെ കണ്ണടച്ച് വിശ്വസിക്കുകയോ കണ്ണടച്ച് അവിശ്വസിക്കുകയോ ചെയ്യുന്നതിന് പകരം അവരെ കേൾക്കണം, അവരെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഒന്നുകൂടെ വിശാലമായി പറയേണ്ട ഏരിയകളാണ്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കട്ടെ, ഇപ്പം തന്നെ ചോദിക്കട്ടെ, ഇടയിൽ തന്നെ ചോദിക്കട്ടെ. ഓക്കെ, ഇതിനിടയിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം. ഇതിൽ ഇനി പഠനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കൾ പഠിക്കുമ്പോൾ വീട്ടിൽ വെച്ച് രക്ഷിതാക്കൾ പഠിപ്പിക്കരുത്. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് കൗതുകം തോന്നിയില്ല ഞാൻ പറയുമ്പോൾ. വീട്ടിൽ വെച്ച് രക്ഷിതാക്കൾ പഠിപ്പിക്കരുത്, സപ്പോർട്ട് ചെയ്യുകയേ ചെയ്യാവൂ. എന്തുകൊണ്ടാണ്? ഇപ്പോൾ സ്കൂളിലാണെങ്കിലും സ്കൂൾ സബ്ജക്റ്റുകളിലാണെങ്കിലും മദ്രസ സബ്ജക്റ്റുകൾ അവർ പലരും ഇപ്പോൾ മതവിഷയങ്ങൾ പഠിപ്പിക്കുന്നവർ മതവിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്തവരാണ്, 8ഉം 10ഉം ഒക്കെ കൊല്ലം പഠിച്ചവരാണ്. ഇനി അക്കാദമിക് സബ്ജക്റ്റുകളാണെങ്കിൽ 10ഉം 12ഉം കൊല്ലം പഠിച്ചതിന് ശേഷം സ്പെഷ്യലൈസ് ചെയ്ത് അവർ 5ഉം 6ഉം 7ഉം 9ഉം ഒക്കെ വർഷം പിന്നീടും പഠിച്ചവരാണ്. ശേഷം അവർക്ക് വീണ്ടും ക്ലസ്റ്ററുകളുണ്ട്, സബ്ജക്റ്റ് വൈസ്ഡ് ട്രെയിനിങ്ങുകളുണ്ട്. അങ്ങനെ കിട്ടി പഠിപ്പിക്കുന്ന വിഷയം വീട്ടിൽ നിന്ന് നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ യുക്തി എങ്ങനെയാണ്? പഠിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടികളുടെ ടീച്ചേഴ്സിനെ നിങ്ങൾ കണക്ട് ചെയ്യണം. ഈ ആഴ്ചയിൽ മക്കൾ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് അന്വേഷിക്കണം. വീട്ടിൽ വെച്ച് ഞങ്ങൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. അല്ലാതെ വീട്ടിൽ വെച്ച് പഠിപ്പിക്കരുത്. ഒന്നുകൂടി പറയാം. ഒരു ദിവസം ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഇങ്ങനെ യാത്ര ചെയ്യാം. ഈ വിഷയങ്ങളൊക്കെ, ഈ മൈൻഡ് സെറ്റാണ് പ്രധാനം. ഈ മൈൻഡ് സെറ്റ് ഉണ്ടാകാൻ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ഇത്തരം പഠനങ്ങൾ നിരന്തരം ഉപകാരപ്പെടുന്നതാണ് ഈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്കത് ഫോളോ ചെയ്യാം, ഉപയോഗപ്പെടുത്താം. അതിൻ്റെ മറ്റ് നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് നിങ്ങൾക്ക് അത് സമയം ഉപയോഗപ്പെടുന്നു, നിങ്ങൾക്കത് വൈജ്ഞാനികമായി ഉപകാരപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളതിനെ ഫോളോ ചെയ്യാം. ഇസ്ലാമിക് സൈഡിൽ നിന്നുകൊണ്ട് തന്നെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് 1000-ലധികം വീഡിയോസ്, ഗ്രന്ഥങ്ങൾ, മുസ്ലിം നമ്മുടെ ഇസ്ലാമിക മതഗ്രന്ഥങ്ങൾ, കർമ്മശാസ്ത്രവും ഹദീസും അതുപോലെ ഫിഖ്ഹും തസവുഫും തുടങ്ങിയ ഈ വൈജ്ഞാനിക മേഖലയിലെല്ലാമുള്ള കിതാബുകൾ പഠിക്കാനുള്ള അവസരം അത് വേണമെങ്കിൽ ഇതിൽ ഉപയോഗപ്പെടുത്താം. മനഃശാസ്ത്രപരമായി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡായി നമ്മുടെ ലൈഫ് ഏരിയകൾ, പ്രത്യേകിച്ചും പാരൻറ്റിങ്, ടീച്ചിങ് തുടങ്ങിയ ഏരിയകൾ, ഈ ഏരിയകളിലെ മനഃശാസ്ത്രപരമായ വിഷയങ്ങളും പഠിക്കാൻ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താം. ഇത് മൈൻഡ് സെറ്റ് ചെയ്യാൻ നല്ലതാണ്. മറ്റൊന്ന്, നമ്മുടെ വൈജ്ഞാനിക ബോധം, വൈജ്ഞാനിക ബാക്ക്ഗ്രൗണ്ട്, ആ ബാക്ക്ഗ്രൗണ്ട് നന്നാക്കാനും പരിപോഷിപ്പിക്കാനും ഇതേറെ നല്ലതാണ്. ഇത് നിരന്തരം നമ്മുടെ ജോലി ചെയ്യുമ്പോഴും അതുപോലെ മറ്റ് റെസ്റ്റ് എടുക്കുമ്പോഴൊക്കെ ഇത്തരം ആശയങ്ങൾ നിരന്തരം കേൾക്കുമ്പോൾ നമുക്ക് മാറ്റം ഉണ്ടാകാനും നമ്മൾ ഈ ആശയങ്ങളിലേക്ക് അടുക്കാനും കാരണമാകും. ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പ്രഗത്ഭനായ ഒരു അധ്യാപകനാണ്.
അദ്ദേഹം പറഞ്ഞു, കുറച്ച് ദിവസമായി എൻ്റെ ക്ലാസ്സിലെ ഒരു രക്ഷിതാവ്, ഒരു ഉമ്മ എപ്പോഴും പരാതി മോനെപ്പറ്റി, ഇവൻ തീരെ പഠിക്കുന്നില്ല, നിങ്ങളൊന്ന് മദ്രസയിൽ നിന്ന് ഒന്നുകൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ കുട്ടി പഠിക്കാറുണ്ടോ? ഉണ്ട്. അപ്പോൾ ഈ രക്ഷിതാവ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അറിയില്ല, ക്ലാസ്സിലെല്ലാം കുട്ടി ഉഷാറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നാളെ നിങ്ങൾ മദ്രസയിലെത്തിയാൽ ഈ കുട്ടി വായിക്കുന്നതും എഴുതുന്നതും വീഡിയോ എടുക്കുക. വീഡിയോ എടുത്തിട്ട് ആ രക്ഷിതാവിന് വിട്ടുകൊടുക്കുക. എന്നിട്ട് പറയുക, ഈ കുട്ടി പഠിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്താ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത്? അപ്പോൾ ഈ രക്ഷിതാവ് പറഞ്ഞു, അതെത്ര പറഞ്ഞിട്ടും വീട്ടിൽ നിന്ന് പഠിക്കുന്നില്ല. അപ്പോൾ ഈ കുട്ടിയോട് ചോദിക്കാൻ പറഞ്ഞു, മോനെ എന്താ ഉമ്മ അങ്ങനെ പരാതി പറയുന്നത്, എന്താ മോൻ്റെ പ്രശ്നം, വീട്ടിൽ നിന്ന് പഠിക്കാറില്ലേ? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഞാൻ പഠിക്കണമെന്നൊക്കെ വിചാരിക്കും, പുസ്തകം എടുത്ത് വെക്കുകയും ചെയ്യും, പക്ഷെ ഈ തള്ളൊന്ന് സമ്മതിക്കണ്ട പഠിക്കാൻ. അപ്പോൾ എന്തേ? ഇത് ബെൽറ്റ് എടുത്തിട്ട് ഇങ്ങനെ തല്ലല്ലേ. അപ്പോൾ ഈ ഉസ്താദ് ഉമ്മനെ വിളിച്ചു, അവനോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ കുട്ടിയെ തല്ലാറുണ്ടോ? ഇല്ല, ഞാനിങ്ങനെ ബെൽറ്റ് പിടിക്കാറേ ഉള്ളൂ. അപ്പോൾ 2ാം ക്ലാസ്സിലെ മൂത്ത കുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, അല്ല ഉസ്താദെ തല്ലലുണ്ട്, ഞാൻ കാണലുണ്ട്. നിങ്ങൾ പഠിപ്പിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് പലപ്പോഴും പഠിപ്പിച്ച് ശീലമുള്ളൊരു പഠിപ്പിക്കലുണ്ടാകും. അത് ദയവായിട്ട് കുട്ടിയെ പഠിപ്പിക്കരുത്. പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടിയെ കൂടി ആ ഫീൽഡിൽ നിന്ന് പിന്തിരിപ്പിക്കാനേ അത് ഉപകാരപ്പെടുള്ളൂ. പഠിപ്പിക്കരുത്. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം, കുട്ടിയെ സപ്പോർട്ട് ചെയ്യാം. എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? ഇപ്പം മഗ്‌രിബിന് ശേഷം പഠിക്കാനിരിക്കണം. നിങ്ങൾ മഗ്‌രിബിന് ശേഷം കുട്ടിയോട് പഠിക്കാൻ പറയുന്നൊരു രംഗം എങ്ങനെയാ? കുട്ടിയുള്ളത് കളിയിൽ നിന്ന് പൂർണ്ണമായി വിരമിച്ചിട്ടില്ല. നിങ്ങളോ രാത്രി ഭക്ഷണത്തിൽ കറി ഏതാകണം എന്നുള്ള ഗവേഷണം പൂർത്തിയാകാത്തതിൻ്റെ ആശങ്കയിലുമാണ്. ഈ സമയത്ത് കുട്ടിയോട് പഠിക്കാൻ പറയുമ്പോൾ എങ്ങനെയാ പറയാൻ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പുറത്തുള്ളവർ കിടക്കുക, അതിൻ്റെ പ്രയാസം ഉണ്ടാകും. അപ്പുറത്തെ വീട്ടുകാർ കിടക്കും, ആ ശബ്ദത്തിൽ പ്രയാസം ഉണ്ടാകും. ആ പറച്ചിൽ പറഞ്ഞാൽ എവിടെങ്കിലും കുട്ടിക്ക് പഠിക്കാൻ തോന്നുമോ? നിങ്ങൾ ആദ്യം വേണ്ടത് നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമാക്കണം. രണ്ടാമത്തത്, നിങ്ങൾ 2 കൂട്ടരും സ്വസ്ഥമാകുന്ന ഒരു സമയത്ത് കുഞ്ഞിനെ വിളിക്കണം. മോനോട് ചോദിക്കണം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ മോനെ, എന്താ മോന് പഠിക്കണ്ടേ? പഠിക്കണം. ഇങ്ങനെ പഠിക്കാൻ മോന് ഉമ്മ എന്താ ചെയ്തു തരേണ്ടത്? ഉമ്മ പറയണോ? എന്താണ് ചെയ്തു തരേണ്ടത്? ഇങ്ങനെ നിങ്ങൾ സ്വസ്ഥമായൊരു സമയത്ത് കുട്ടിയോടൊന്നിച്ച് ഉഭയസമ്മതപ്രകാരം ചർച്ച ചെയ്ത് തീരുമാനിക്കണം, എന്നിട്ട് നടപ്പിലാക്കണം. അല്ലാതെ നിങ്ങൾ പകുതി മനസ്സ് ചട്ടിയിലും പകുതി മനസ്സ് ദോഷത്തിൻ്റെ ഇതിൻ്റെ പുറത്തും ബാക്കി പകുതി പുറത്തും, അങ്ങനെ ആയാൽ ശരിയാവില്ല. അങ്ങനെ മക്കളോട് സംസാരിക്കരുത്. മനസ്സ് സ്വസ്ഥമായി നിങ്ങളൊരു വ്യക്തിയായി കണ്ട് കുട്ടികളോട് സംസാരിച്ചാൽ അവിടെ പ്രശ്നം തീരും. ഒന്നുകൂടി പറയാം, നിങ്ങൾ മക്കൾക്ക് മടിയാണ് എന്ന തീരുമാനം ആദ്യം ഉപേക്ഷിക്കണം. പലരും കുട്ടികളെ കൊണ്ടുവരും, എന്താ പറയുക, സദാ ഇവന് നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്, പഠിക്കാഞ്ഞിട്ടാണ്. അപ്പോൾ ബുദ്ധിയുണ്ട് എന്ന് തീരുമാനിച്ചത് ഇവരെവിടുന്നാ? അങ്ങനെ ഉണ്ട് പലരും. നമ്മളങ്ങ് തീരുമാനിച്ചു, കാരണം എന്താണെന്ന് തീരുമാനിച്ചു, പ്രശ്നം എന്താണെന്ന് തീരുമാനിച്ചു, എന്ന് പരിഹരിക്കാൻ വരിക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ഒരു കുട്ടിയും പ്രശ്നക്കാരനേ അല്ല. ഒരു കുട്ടിക്കും മടി എന്ന പ്രശ്നവുമില്ല. പിന്നെ എന്താ ശരിക്കും? മടി തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? മടി തോന്നുന്നുണ്ടെങ്കിൽ അതിന് വേറൊരു കാരണമുണ്ട്. ഈ സദസ്സിലിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കും. നിങ്ങൾ ഈ സദസ്സിൽ വരുന്നത് ഈ വിഷയത്തിൽ ഒരു ധാരണ ഉണ്ടാക്കണം, നമ്മുടെ മക്കൾ പുരോഗതി ഉണ്ടാകണം, അതിന് നമ്മളാൽ കഴിയുന്ന ശ്രമങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഈ മൈൻഡോടുകൂടിയാണ് ഈ സദസ്സിൽ വരുന്നത്. നിങ്ങൾ ഈ സദസ്സിൽ വന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാതെ ഈ സദസ്സ് ഇങ്ങനെ 2 മണിക്കൂർ കഴിച്ച് പിരിച്ചു, ഒരു വിവരവും കിട്ടിയില്ല, ഒരു ഉപകാരവും കിട്ടിയില്ല, ആകെ മടുപ്പിച്ച് പിരിച്ചു വിട്ടു എന്ന് സങ്കല്പിക്കുക. അടുത്ത തവണ ഞാനാ വരുന്നത് എന്ന് അറിയുകയും ചെയ്യുക, 2 മണിക്കൂർ ഉണ്ട് എന്ന് അറിയുകയും ചെയ്താൽ അന്ന് നിങ്ങൾക്ക് 100 കാരണം ഉണ്ടാവും മുടക്കായിട്ട്. അപ്പം എന്താ അന്നത്തെ മടിയുടെ കാരണം? കഴിഞ്ഞ തവണ കാര്യമായിട്ടൊരു ഫായിദയും കിട്ടിയിട്ടില്ല, ഒരു നേട്ടവും കിട്ടിയിട്ടില്ല. കിട്ടാതിരുന്ന പ്രയാസം ഉണ്ടാവും, സ്വാഭാവികമാണത്. ഈ സദസ്സിൽ തന്നെ വന്നൊരു രക്ഷിതാവ് വന്നത് അനുജത്തിൻ്റെ മോളെ പേരൻ്റായിട്ടാണ് വന്നത്. മൂപ്പര ഒരു കുട്ടിയും പഠിതാവും ഇല്ല, ഒരു കുട്ടിയും വിദ്യാർത്ഥിയും ഇല്ല. അവരെന്ത് ചെയ്യുമെന്നറിയാം? സുഖമായിട്ട് ഉറങ്ങും. AC ഉള്ള ഹാളുമാണ്, കുറച്ചു നേരം നല്ല സ്വസ്ഥതയുണ്ട്, വീട്ടിലെ കുട്ടികളെ ശല്യവും ഇല്ല, അടുപ്പിൻ്റെ ശല്യവും ഇല്ല,
ഇന്നൊന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കും. സ്വാഭാവികമാണ്. അതിൻ്റെ അർത്ഥം എന്താ? മടി എന്നതിന് മറ്റൊരു കാരണമുണ്ട്. ആ കാരണത്തിൻ്റെ ലക്ഷണമാണ് മടി. ഒരു കുട്ടി പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടിയെ കുറ്റപ്പെടുത്തരുത്. ഒന്നുകിൽ നമ്മൾ രക്ഷിതാക്കൾ അല്ലെങ്കിൽ അധ്യാപകർ ഈ കുട്ടിയെ സഹായിക്കാൻ അറിയാത്തവരാണ്. അതൊരു വലിയ കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിന് പരിഹാരം കാണണം. എന്ത് ചെയ്യരുത്? ദയവായിട്ട് കുട്ടികളെ പെരടിക്ക് കയറരുത്. അത് കുട്ടികളുടെ കുറ്റം അല്ല. ഒരു ദിവസം ഒരു രക്ഷിതാവിൻ്റെ അടുത്തൊരു കുട്ടിയെ കൊണ്ടുവന്നു, 9ാം ക്ലാസ്സുകാരായ പെൺകുട്ടി. ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, സതേ എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരണം. എന്താ? ഇവളിപ്പോൾ 9ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്, ഭയങ്കര മടിയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ മടി? എല്ലാറ്റിനും മടിയാണ്. രണ്ടാമതും ഞാൻ ചോദിച്ചു, അപ്പോഴും പറഞ്ഞു എല്ലാറ്റിനും മടിയാണ്. മൂന്നാമത് ഞാൻ അയാളോട് പറഞ്ഞു, എനിക്ക് എല്ലാറ്റിനും എന്ന് പറയുന്ന അറിയില്ല, അതുകൊണ്ട് എന്തിനാണ് മടിയെന്ന് പറയണം. അങ്ങനെ ഒരു സൂക്കേടുണ്ട് പലപ്പോഴും. ഞാനൊരു ദിവസം ഒരു സ്ഥാപനത്തിൽ ഇതുപോലെ പാരൻറ്റിങ് അവതരിപ്പിക്കുകയാണ്. 10ാം ക്ലാസ്സുകാരാണ്. അപ്പോൾ അതിൽ രക്ഷിതാവ് ഇങ്ങനെ ചോദിക്കാൻ അവസരം കൊടുത്തപ്പോൾ പറഞ്ഞു, നിങ്ങൾ ചോദിക്കാനുള്ള സമയം തീർന്നുകൊണ്ടിരിക്കട്ടെ, ഇനി ഒരു 12 മണിയായി, 12:30 ക്ലോസ് ചെയ്യും, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ചോദിക്കട്ടോ. ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചോദിച്ചിട്ടില്ല ആരെ പിടിച്ച് പുറത്താക്കുമൊന്നുമില്ല, ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു, വാശി മാറാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം ഞാൻ ചോദിച്ചു, എന്താ വാശി? എന്തിനാണ് വാശി? എല്ലാറ്റിനും വാശിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, എല്ലാറ്റിനും? പിന്നെയും പറഞ്ഞപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, എനിക്ക് എല്ലാറ്റിനും അറിയില്ല, അതുകൊണ്ട് എപ്പോഴാണ് വാശി ഉണ്ടായത്, എന്തിനാണ് വാശി പിടിച്ചതെന്ന് പറയണം. അപ്പം അയാളിങ്ങനെ ശാന്തമായി. ഞാൻ പറഞ്ഞു, ബേജാറാവൊന്നും വേണ്ട, അവസാനം ഉണ്ടായ സംഭവം പറഞ്ഞാൽ മതി. അപ്പം അയാൾ ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ മെനിയാന്നാണ് ഗൾഫിൽ നിന്ന് വന്നത്. എൻ്റെ മോന് ഞാനൊരു ചെരുപ്പ് കൊണ്ടുവന്നു കൊടുത്തട്ടോ, ചെരുപ്പ് കൊണ്ടുവന്നത്. ഇവൻ അത് ചവിട്ടാതെ സ്കൂളിൽ പോയി. ഞാൻ ചോദിച്ചു, നിങ്ങൾ കാരണം ചോദിച്ചോ? ആ കാരണം ചോദിച്ചു. എന്താ? മടമ്പ് ഉയരം കൂടുതലുള്ള ചെരുപ്പാണ്, കുട്ടിക്ക് അത് ഇഷ്ടമില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് ചെരുപ്പ് വാങ്ങുമ്പോൾ ഇവനോട് ചോദിച്ചിരുന്നോ മടമ്പ് ഉയരമുള്ളത് നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചിരുന്നോ? ഇല്ല. അപ്പം ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ ഗൾഫിൽ നിന്ന് ഒരു ചെരുപ്പ് കൊണ്ടുവന്നു, ആ ചെരുപ്പ് കുട്ടിക്ക് ഇഷ്ടമില്ല, കുട്ടിക്ക് മടമ്പ് ഉയരമുള്ള ഇഷ്ടമില്ല. അവൻ പറഞ്ഞു, എനിക്ക് മടമ്പ് ഉയരമുള്ള ഇഷ്ടമില്ല. നിങ്ങളുടെ വാശി എന്താണ്? കുട്ടി അതന്നെ ചവിട്ടി പോകണമെന്ന്. കുട്ടി അത് ചവിട്ടാതിരുന്നപ്പോൾ നിങ്ങൾക്ക് പരാതി. നിങ്ങൾ ആർക്ക് വാശി എന്ന് പറഞ്ഞേ? ആർക്ക് വാശി എന്ന് പറഞ്ഞേ? കുട്ടിക്ക് ആർക്കാ വാശി? കുട്ടീൻ്റെ ഉപ്പാക്കാണ് വാശി. ഇതുപോലെ പലപ്പോഴും ഉണ്ട്. എല്ലാറ്റിനും എന്താണ് മടിയാണ്. ഞാൻ ഈ രക്ഷിതാവിനോട് ചോദിച്ചു, എല്ലാറ്റിനും മടി എന്ന് പറഞ്ഞാൽ അങ്ങനെ പലതും പറഞ്ഞു, എല്ലാം അസ്ഥിരപ്പെട്ടു. ഒന്ന് മാത്രം ബാക്കിയായി. അതെന്താ അറിയോ? വായിക്കുക. അപ്പം ഞാൻ ഇയാളോട് പറഞ്ഞു, ആയിക്കോട്ടെ പരിശോധിക്കാം, ബാക്കി ഒരു വിഷയവും ഇല്ല, ആകെ മടി എന്തിനേ ഉള്ളൂ? വായിക്കുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഇയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞാൻ ഇനിയൊരു സംഗതിയും ചെയ്യാൻ ബാക്കിയില്ല, അടിച്ചിട്ടുണ്ട്, പലപ്പോഴും കുടുംബ സദസ്സുകളിൽ വെച്ചൊക്കെ പരസ്യമായി അടിച്ചിട്ടുണ്ട്. ഇയാൾ ഇതിങ്ങനെ പറയുമ്പോഴേക്ക് എനിക്കിങ്ങനെ ശരീരത്തിൽ നിന്ന് എവിടത്തൊക്കെയോ കൊളുത്ത് കയറുക. കാരണം ഈ കുട്ടിയെ അടിച്ചത് ഭയങ്കര സംഭവമായിട്ട് ഇയാളിങ്ങനെ പറയാണേ. ഞാൻ അയാളെയും കൂട്ടി ഇതുപോലെ എൻ്റെ ഹാപ്പി സോണിൻ്റെ സെൻറ്ററിലിരുന്ന്, അന്ന് ഇപ്പോൾ സ്ക്രീനും ഡിവൈസൊക്കെ കുറേയും കൂടി മാറി, ഇതൊരു 5 കൊല്ലം മുമ്പുള്ള സംഭവമാണ്, 5-6 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. അദ്ദേഹത്തിന് വലിയ പ്രൊജക്ടറിലേക്ക് എൻ്റെ ലാപ്ടോപ്പ് കണക്ട് ചെയ്തിട്ട് മലയാളത്തിലുള്ള ഒരു കഥ ഇട്ടു. ഞാനും ഈ രക്ഷിതാവും ഈ മകളും ഞങ്ങൾ 3 ആളും കസേരയിട്ട് പ്രൊജക്ടറിലേക്ക് തിരിഞ്ഞിരുന്നു. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ ഈ കഥ ഒന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പം അയാൾ വായിച്ചു. ഞാനും കേൾക്കുന്നു, മകളും കേൾക്കുന്നു. ശേഷം ഞാൻ ഈ മകളോട് പറഞ്ഞു, ഈ മലയാളത്തിലുള്ള കഥ മോളൊന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ മോള് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യും, കുറച്ചൊന്ന് അടുത്തോട്ട് നിന്നിട്ട് വായിച്ചു നോക്ക്. അടുത്തു നിന്നു, കുട്ടി വായിച്ചു. വായിക്കുമ്പോഴേക്കും കുട്ടി അടുത്തടുത്ത് നടക്കുന്നുണ്ട്. ഏകദേശം കുട്ടി വളരെ അടുത്തെത്തിയപ്പോഴേക്ക് പൂർണ്ണമായി കുട്ടി ഒരു പേജിലധികമുള്ള കഥ വായിച്ചു തീർത്തു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ തന്നെ കോഴിക്കോട് ടൗണിലെ ഏറ്റവും നല്ല ഒരു കണ്ണാശുപത്രിയിലേക്ക് പോവുക, കുട്ടിയെ കാണിക്കുക, കാണിച്ചിട്ട് നിങ്ങൾ വാ. ഞാനൊരു ചെറിയ കുറിപ്പ് എഴുതി കൊടുത്തു. 3, 4, 5 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു. കുട്ടി വലിയൊരു കണ്ണട വെച്ചിട്ടുണ്ട്, മടി മാറി.
മടിയാണോ പ്രശ്നം? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പം വായിക്കാൻ മടിയുണ്ടോ? ഇല്ല, ഇപ്പം എല്ലാം വായിക്കുന്നുണ്ട്. നിങ്ങൾ ഈ തല്ലിയതൊക്കെ എപ്പോഴാണ് തിരിച്ചെടുക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട്. ഒരു കുടുംബ സദസ്സിൽ വെച്ച് പബ്ലിക്കിൽ ഒരു കുട്ടിയെ തല്ലുമ്പോൾ ആ കുട്ടിയുടെ ആത്മാഭിമാനത്തിന് എത്ര പോറലേൽക്കുന്നുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട്. അദ്ദേഹം കരയാൻ തുടങ്ങി. കരഞ്ഞ കണ്ണുനീർ തുള്ളി തുള്ളികളായി കുപ്പായ കീശയിലെ കുറ്റി ഒറ്റി വീഴുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ആ കുട്ടി അനുഭവിച്ചതിൻ്റെ 1000-1 പോകുന്നില്ല. അതുകൊണ്ട് മക്കളെ ഇൻസൾട്ട് ചെയ്യരുത്, മക്കളെ അപമാനിക്കരുത്. പഠിക്കാനോ മറ്റോ പ്രയാസം നേരിടുമ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തി അവരെ നമ്മൾ സഹായിക്കണം, കൂടെ നിൽക്കണം. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കും. എൻ്റെ ഇത്രയും സംസാരത്തിൽ പലപ്പോഴും നമുക്ക് തോന്നാറുള്ളത്, കുട്ടികൾ എന്തും ചെയ്യാം, എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ കേൾക്കരുത്. അതായത് എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കുട്ടികളിൽ ശരികൾ ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യണം, തെറ്റുകൾ ചെയ്യുമ്പോൾ നോ പറഞ്ഞ് ശീലിക്കണം. കുഞ്ഞുനാളിലേ അത് ശീലിക്കണം. ഇപ്പം ഞാൻ പറയുന്നത് വിശാലമായി പഠിക്കേണ്ട മേഖലയാണ്. പക്ഷേ അതിൻ്റെ ഉസൂൽ, അതിൻ്റെ ഫണ്ടമെൻ്റൽ ഏരിയ, അത് ഞാൻ ഇന്ന് എൻ്റെ സംസാരം പൂർണ്ണമായി ശ്രദ്ധിച്ചവരുടെ മനസ്സിൽ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ് പാരൻറ്റിങ് കോഴ്സ്. പാരൻറ്റിങ്ങിൻ്റെ ഈ 25 സബ്ജക്റ്റും വേണമെന്നുള്ളവർക്ക് ഉപയോഗപ്പെടുത്താം. അരുതായ്മകൾ കാണുന്ന സമയത്ത് നോ പറഞ്ഞ് ശീലിക്കണം. ഞാൻ ചെറിയൊരു സംഭവം പറഞ്ഞ് ആ ഭാഗം കംപ്ലീറ്റ് ചെയ്യാം. ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു കല്യാണത്തിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 4-5 വർഷം മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് യാത്രയിൽ പരിചയപ്പെട്ടൊരു സുഹൃത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ കുറേ ദിവസമായി നിങ്ങളെ നമ്പർ തേടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു മകനുണ്ട്, UKG പഠിക്കുകയാണ്. മകൻ ഭയങ്കര പ്രശ്നക്കാരനാണ്. അവൻ്റെ പ്രശ്നം ഇങ്ങനെ രൂക്ഷമായി. ഞാൻ കുറച്ച് ലീവിന് വന്നിപ്പോൾ പോകാനായിട്ടുണ്ട്. ഉപ്പാനോടൊക്കെ വല്ലാതെ മോശമായിട്ട് പെരുമാറുക. അതായത് കുട്ടിയുടെ ഉപ്പയാണ് എന്നോട് സംസാരിക്കുന്നത്. ഇയാളുടെ ഉപ്പയോടൊക്കെ മോശമായിട്ട് പെരുമാറുക, എല്ലാ ദിവസവും ഒരു ഗ്ലാസ്സോ ഒരു പ്ലേറ്റോ ഒക്കെ എറിഞ്ഞു പൊട്ടിക്കുക. ഇങ്ങനെ ദിവസവും വീട്ടിലൊരു പ്രശ്നമാണിത്. എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഞാൻ ഏകദേശം ലക്ഷണമൊക്കെ കേട്ടതിന് ശേഷം ഞാൻ ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ എത്ര മക്കളാണ്? 2 മക്കൾ. വീട്ടിൽ ടോയ്സുകൾ വാങ്ങാറുണ്ടോ? ഉണ്ട്. മൂത്ത കുട്ടിയുടെ ടോയ്സ് ഇളയ കുട്ടി എടുക്കുമോ? എടുക്കും. എടുത്ത നമ്മളെ നിലപാടും സമീപനവും എന്താണെന്ന് ചോദിച്ചു. നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ മൂത്ത കുട്ടീൻ്റെ ഇപ്പം 2 ടോയ്സ് വാങ്ങിയെന്ന് സങ്കല്പിക്കുക, ഇളയ കുട്ടി അത് വേഗം പൊട്ടിക്കും, അല്ലേ? സ്വാഭാവികമാണ്. പൊട്ടിച്ചാൽ ഇളയ കുട്ടി അടുത്ത പരിപാടി എന്താ? മൂത്തോൻ്റെ അടുത്ത് എടുക്കും. മൂത്തോൻ്റെത് എടുത്താൽ സ്വാഭാവികമായി അവനത് തിരിച്ചു വാങ്ങൂലേ? തിരിച്ചു വാങ്ങിയാൽ ഇളയ കുട്ടീൻ്റെ അടുത്ത അടവെന്താ? അവൻ കരയും, ബഹളം വെക്കും. ബഹളം വെച്ചാൽ നമ്മളെ കോടതി കേസ് എന്താ തീരുമാനം? മൂത്തോൻ്റെ സാധനം ഇളയവന് കൊടുക്കണം. ഇത് ന്യായമാണോ? ഞാൻ ചോദിച്ചു, ഇങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ട്. ഇത് ന്യായമാണോ? ഞാൻ ചോദിക്കുന്നു, നിങ്ങളിൽ ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾ നിങ്ങളോട് ഉമ്മ പറയാണ്, നിങ്ങളൊരു 10 സെൻറ്റ് ഇളയ അനുജത്തിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ കൊടുക്കുമോ? ഉണ്ടോ? നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളെ 10 സെൻറ്റ് ഉമ്മ പറയാണ്, അതും കൂടി അനുജത്തിക്ക് കൊടുത്തതെന്ന് നിങ്ങൾ കൊടുക്കുമോ? നിങ്ങളെ 10 സെൻറ്റ് പോലെ പ്രധാനമാണ് മൂത്ത കുട്ടിക്ക് അവൻ്റെ കളിപ്പാട്ടം. അത് ഇളയ കുട്ടി എടുത്തപ്പോൾ അത് അവന് തിരിച്ചു കൊടുക്കുക എന്ന് പറയാൻ എന്ത് ന്യായമാണ് നമുക്കുള്ളത്? അന്യായം നമ്മൾ കുട്ടികൾക്കിടയിൽ നടപ്പിലാക്കി ശീലിക്കരുത്. ഇളയ കുട്ടിയോട് എന്ത് പറയണം? മൂത്ത കുട്ടിയുടെ ഇത് എടുക്കരുതെന്ന് പറയണം. അപ്പം കരയൂലേ? കരഞ്ഞാൽ ആകാശം പൊട്ടി ഇടർന്ന് താഴെ വീഴൊന്നുമില്ല. കരഞ്ഞ ആ ശബ്ദം ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ കുട്ടി പഠിക്കും, മൂത്തോൻ്റെത് എടുക്കരുത്. ഇത് നമ്മൾ പഠിപ്പിക്കണം. എപ്പോഴും കുട്ടികളൊരു തെറ്റായ ഒരു കാര്യത്തിന് ആവശ്യപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് മൊബൈൽ അഡിക്ഷൻ, കാര്യമായിട്ട് പല രക്ഷിതാക്കളുടെയും വലിയൊരു സംശയമാണ്, മൊബൈൽ അഡിക്ഷൻ മാറാൻ എന്താ ചെയ്യേണ്ടത്? കൊടുക്കാതിരുന്നാൽ മതി, ഒന്നും സംഭവിക്കൂല. ഈ ചെറിയ മക്കൾക്ക് മൊബൈൽ അഡിക്ഷൻ, ഒരു ദിവസം ഞാൻ പലപ്പോഴും ഇത് പറയാറുണ്ട്, ഒരു ഉമ്മ
ഒരു ഉമ്മ കുട്ടിയെ കൊണ്ടുവരികയാണ്, ചെറിയ കുട്ടിയാണ്, 3 വയസ്സുള്ള കുട്ടിയാണ്, ഭയങ്കര മൊബൈൽ അഡിക്ഷൻ നിലവിട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടീൻ്റെ ഉമ്മ വല്യുപ്പ അഥവാ ഭർത്താവിൻ്റെ ഉപ്പ ഇവരെ വരുന്നത്. അങ്ങനെ ഈ ഉമ്മ ഇങ്ങനെ കുട്ടിയെ പറ്റി എല്ലാ പ്രശ്നവും പറഞ്ഞ് തീർന്ന് ഞാൻ ഇങ്ങനെ പറയാൻ പരിഹാരം തുടങ്ങുമ്പോൾ വല്യുപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദെ കുട്ടീൻ്റെ തീർന്നിട്ടില്ല, വലിയ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ കുട്ടീൻ്റെ ഉമ്മാൻ്റെ ഇപ്പോൾ ഒന്ന് തീർക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വല്യുപ്പാൻ്റെ മുഖത്ത് നോക്കി എന്താ പറഞ്ഞത്. അയാൾ പറഞ്ഞു, വീട്ടിൽ ഇത് 3ാമത്തെ ചെമ്പാ കത്തിയത്. അപ്പോഴും എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ചെമ്പ് കത്തുക എന്ന് പറഞ്ഞാൽ. അപ്പം എന്നോട് പറഞ്ഞു, അയാൾ വിശദീകരിച്ചു, എന്താ 11 മണിക്ക് ചോറ് വെള്ളത്തിലിടാൻ വേണ്ടി, അരി വെള്ളത്തിലിടാൻ വേണ്ടി വെള്ളം ചൂടാക്കി ഇതിൽ വെച്ചതാ. അങ്ങനെ 36 അപ്പം തുടങ്ങിയതാ ഇൻസ്റ്റഗ്രാമിലും ഇതിലും കയറാൻ. 1 മണിയപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചോദിക്കുക, അതെന്താ കത്തിയിട്ട് മണക്കുന്നത്. വെച്ച ചെമ്പിലെ വെള്ളം തീർന്നിട്ട് ചെമ്പ് കത്തിയിട്ട് അടി പോയിട്ടുണ്ട്. കാരണം സ്മെല്ല് ഇങ്ങോട്ട് വരൂലല്ലോ, സ്മെല്ല് അപ്പുറത്തെ വീട്ടിലേക്കല്ലേ കുഴൽ പോവുക. അപ്പോൾ ആരുടെ പ്രശ്നമാണ് ആദ്യം തീരേണ്ടത്? ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം 20 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ തുടർച്ചയായി മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കുട്ടീൻ്റെ അഡിക്ഷൻ മാറ്റണ്ട, അവിടെ നിന്നോട്ടെ, അതാ നല്ലത്. നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത് അതാ. ചെയ്യേണ്ടത് കൊടുക്കാതിരുന്നാൽ മതി, പക്ഷെ നിങ്ങൾ ഇമോഷണലാകരുത്. കൊടുക്കാതിരുന്നാൽ ആദ്യം കുട്ടി പറയും, നല്ല ഉമ്മല്ലേ ഒരിക്കൽ തരുമോ, കൊടുക്കരുത്. പക്ഷെ നിങ്ങൾ ചൂടാകരുത്, ഇൻസൾട്ട് ചെയ്യരുത്, കളിയാക്കരുത്. കൊടുക്കാതിരുന്നാൽ മാത്രം മതി. ഇനി അടുത്തത് കുട്ടി പ്രകോപിതരാകും, അപ്പോഴും നിങ്ങൾ പ്രകോപിതരാകരുത്. പിന്നെ കുട്ടി കരയും, നിങ്ങൾ കരയരുത്. പിന്നെ കുട്ടി ഭക്ഷണം കഴിക്കാതിരിക്കും, നിങ്ങൾ അപ്പോഴും പ്രകോപിതരാകരുത്, പിന്നാലെ കൂടരുത്. നിങ്ങൾ കുട്ടിയെ ഇൻസൾട്ട് ചെയ്യരുത്, എപ്പോഴും റെസ്പെക്റ്റീവായി സംസാരിച്ച് പരിശീലിക്കണം. അങ്ങനെയാണെങ്കിൽ മൊബൈൽ കൊടുക്കാതിരുന്നാൽ 3 ദിവസത്തിനകം കുട്ടികളുടെ അഡിക്ഷൻ മാറും. പക്ഷെ നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടാകരുത്. 20 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ തുടർച്ചയായി മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡിക്റ്റഡാണ്, നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, പ്രശ്നം മാറ്റണം. ഇത് ശ്രദ്ധിക്കണം. ഇത്രയാണ് പ്രധാനമായും മൊബൈൽ അഡിക്ഷൻ ശ്രദ്ധിക്കേണ്ടത്. ഇത് തുടങ്ങി എല്ലാ വിഷയങ്ങളിലും തെറ്റായ ഒരു വിഷയമാണോ അത് തെറ്റാണ് മോളെ മോനെ, അതുകൊണ്ട് ഉമ്മ കൂടെ ഇല്ല എന്ന് പറയണം. അത് ഡ്രസ്സിങ്ങിൽ, അതുപോലെ ക്യാഷ് ചെലവഴിക്കുമ്പോൾ സ്കൂളിൽ പ്രോഗ്രാം നടക്കുകയാണ്, ന്യൂ ഇയറോ അല്ലെങ്കിൽ ക്രിസ്മസോ അല്ലെങ്കിൽ പ്രോഗ്രാം നടക്കുകയാണ്, 2000 ഉറുപ്പ്യ വേണം. 30 കുട്ടികൾ 40 കുട്ടികൾ 2000 രൂപ ഉപയോഗിച്ചാൽ എത്ര ക്യാഷായി? ഈ ക്യാഷ് കൊണ്ട് ഇങ്ങനെ അർമാദിക്കേണ്ട അവസ്ഥ എന്താണ് സ്കൂളിൽ? അനാവശ്യമായി കുട്ടികൾ സ്കൂളിൽ ഗ്യാതറിങ് നടത്തി ശീലിക്കരുത്. മൂല്യമുള്ള സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ കുട്ടികൾ ചെയ്ത് പഠിക്കണം. കുട്ടികളെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് ശീലിക്കണം. 10ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി ജീവിതത്തിൽ ആവശ്യമായ സാമ്പത്തികം നേടി ശീലിക്കണം. അതാണ് ശരിക്കും സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ശരിയായ അവസ്ഥ അതാ. പക്ഷെ നമ്മളെ നാട്ടിൽ ഡിഗ്രി ആയാൽ പോലും 2 റുപ്യ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നൊരു ചുറ്റുപാടുണ്ടോ? വേണം. പക്ഷേ അവരെ അപ്പോഴും മെൻറ്ററിങ് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് കഴിയണം. അതിനെന്താ വേണ്ടതെന്നറിയോ? ഇനി ഞാൻ പറയുന്നൊരു 4 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ 13 വയസ്സാകുന്ന സമയത്ത് ആൺകുട്ടികളോടും 9 വയസ്സാകുമ്പോൾ പെൺകുട്ടികളോടും റെസ്പെക്റ്റീവായി സംസാരിച്ച് ശീലിക്കണം. ഉത്തരവാദിത്തങ്ങൾ അവരെ കൂടി ഏൽപ്പിച്ച് ശീലിക്കണം. അവരെ നിർബന്ധിക്കുന്നതിന് പകരം ഓപ്ഷനുകൾ നിരന്തരം നൽകണം. വീട്ടിലെ ജോലികൾ ചെയ്യുന്നതിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിലും അതുപോലെ ജീവിതത്തിലെ നമ്മുടെ വീട്ടിലെ തന്നെ ഭാവി പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലെല്ലാം അവരെ കൂടി പങ്കാളികളാക്കണം. അവരോട് അഭിപ്രായം പറയണം. ഉപ്പ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഏത് രീതിയിലാണ് ഉപ്പ വരുമാനം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ വീട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ വീട്ടിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സെറ്റ് ചെയ്യുന്നത് തുടങ്ങിയ എല്ലാം ഒന്നിച്ച് ചർച്ച ചെയ്യണം. 9 വയസ്സായ പെൺകുട്ടികൾക്ക് വീട്ടുജോലിയിൽ കൃത്യമായ പങ്കുണ്ടാകണം. ഒരു വീട് വൃത്തിയാക്കാൻ, ഒരു വീട് അലങ്കരിക്കാൻ, ഒരു വീട്ടിലെ മറ്റു വീട്ടുജോലികളെല്ലാം കൃത്യമായി ചെയ്യാൻ, ആവശ്യമാണെങ്കിൽ മെഷീനറി ഉപയോഗപ്പെടുത്തിയിട്ട് മെഷീൻസ് ഉപയോഗപ്പെടുത്തിയിട്ട് കൃത്യമായി വീട് കൊണ്ടു നടക്കാൻ
നമ്മുടെ മക്കളെ പരിശീലിപ്പിച്ച് തുടങ്ങണം. മക്കൾക്ക് ലോകത്തെക്കുറിച്ചുള്ള നല്ല അവയർനെസ് നൽകണം. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവർ മറ്റുള്ളവരെ ഭയപ്പെട്ട് ജീവിക്കുന്നതിന് പകരം എല്ലാവരെയും ആദരിച്ചും എല്ലാവരെയും പരിഗണിച്ചും ജീവിക്കാൻ പഠിക്കണം. ഭയപ്പെട്ട് ജീവിക്കുന്നത് മക്കളെ പഠിപ്പിക്കരുത്. മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കണം. നമ്മുടെ നാട്ടുകാരെയും കുടുംബക്കാരെയും അതുപോലെ പരിസരത്തുള്ള അയൽവാസികളെയൊക്കെ അംഗീകരിക്കാനും അവരുടെയൊക്കെ സ്നേഹം കൈപ്പറ്റി ജീവിക്കാനും പഠിപ്പിക്കണം. കുട്ടികൾ ഒരു സ്ഥലത്തും അബ്യൂസ്ഡ് ആകരുത്. യാത്രയിലോ ആചാരങ്ങളിലോ കല്യാണ വീടുകളിലോ സൽക്കാര വീടുകളിലോ ആഘോഷങ്ങളിലോ കുട്ടികൾ അബ്യൂസ്ഡ് ആകരുത്. ലഹരി, ഒരു മാതാവ് ഞാൻ ഈ പറഞ്ഞ 9 വയസ്സു മുതലുള്ള പെരുമാറ്റം കൃത്യമാണെങ്കിൽ 1 മുതൽ 7 വയസ്സുവരെ കൃത്യമായി സ്നേഹം നൽകി ശീലിക്കുന്നുണ്ടെങ്കിൽ 8 മുതൽ 14 വയസ്സുവരെ കൃത്യമായി കുട്ടികൾക്ക് നിർദ്ദേശം നൽകി ശീലിക്കുന്നുണ്ടെങ്കിൽ 15 മുതൽ 21 വയസ്സുവരെ കുട്ടികളോട് ഒന്നിച്ച് ജീവിക്കുന്ന ശീലമുണ്ടെങ്കിൽ ആ മക്കളിൽ ഡ്രഗ്സ് കൊണ്ടുവരാൻ ഈ ആകാശത്തിന് ചുവട്ടിൽ ഒരു കക്ഷിക്കും കഴിയില്ല. ആ മക്കളിൽ പ്രണയത്തിൻ്റെ പേരിൽ ജീവിതം ദുരന്തമാകുന്ന അവസ്ഥ ഈ ലൈഫിൽ ഉണ്ടാവുകയില്ല. മക്കളോട് തെറ്റുകളുടെ മുമ്പിൽ തെറ്റാണെന്ന് പറയാൻ ശേഷിയുണ്ടാകണം. പക്ഷെ ശ്രദ്ധിക്കണം, ഒരു തെറ്റ് സംഭവിച്ചാൽ അതിൻ്റെ പേരിൽ അവരെ ഒറ്റപ്പെടുത്തരുത്, ആക്ഷേപിച്ച് അവരെ വഴിക്കാകരുത്, മൂലക്കാക്കരുത്. പകരം തെറ്റ് തിരുത്താൻ അവർക്ക് സപ്പോർട്ടീവായി നിൽക്കാൻ പഠിക്കണം. ഇത് പക്ഷേ വാക്ക് എളുപ്പമാണ്. അത് പ്രാക്ടിക്കൽ ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. അതിന് പരിശീലനം ആവശ്യമാണ്. പറ്റുമെങ്കിൽ ഇത്തരം വിദ്യാലയങ്ങളിൽ അത്തരം വിഷയങ്ങൾ നാം പാരൻസ് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ മക്കളിൽ ഒരിക്കലും പ്രണയ ദുരന്തം കാണില്ല. ഡ്രഗ്സുകൾക്ക് ലൈഫിൽ മക്കൾ അടിമപ്പെടില്ല. നമ്മുടെ മക്കൾക്ക് അവരുടെ ജീവിതത്തിന് അനുയോജ്യമായ വിധം പഠിച്ചുയരങ്ങളിലെത്താൻ മക്കൾക്ക് കഴിയും. നമുക്കും ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന ഈമാനും തഖ്വയും ഇസ്ലാമിക് ലൈഫ് സ്റ്റൈലും അത് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും. അതിന് നമുക്ക് പരിശീലിക്കാനുള്ള വഴിയാണ് ഇത്തരം പരിശീലന മുറകൾ. ഇത് ആവശ്യമാകും വിധം നമ്മൾ പരിശീലിക്കണം എന്നുകൂടി പറയാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നു. നിങ്ങളുടെ മുമ്പിൽ ഒരു 10 മിനിറ്റെങ്കിലും സമയം, ഒരു ഫ്രീ ടൈം വെച്ചാലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രത്യേകമായി എന്തെങ്കിലും ഇടപെടുന്നുണ്ടെങ്കിൽ അതിന് സാധിക്കുള്ളൂ എന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ ബാക്കി സമയം അവശേഷിപ്പിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പരാമർശിച്ചതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങൾ ചോദ്യമായി ഉന്നയിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഏതെങ്കിലും വിഷയങ്ങളിൽ പറഞ്ഞ ഭാഗങ്ങൾ കൃത്യമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അതും നമുക്ക് ഉപയോഗപ്പെടുത്താം. ഏകദേശം 6 മണിക്കൂറിലധികം എടുത്ത് സംസാരിക്കേണ്ടതും ചർച്ചകളുമായി മുന്നോട്ട് പോകേണ്ടതുമായൊരു വിഷയമാണിത്. അത് ഒരു ചുരുങ്ങിയ 2 മണിക്കൂറിനുള്ളിൽ സംസാരിച്ച് അവസാനിപ്പിക്കുക എന്നതിൻ്റെ ചെറിയൊരു പരിമിതി വിഷയത്തിലുണ്ട് എന്നതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് ഈ സമയം നമുക്ക് ആകാവുന്നത്ര ഉപയോഗപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറായി ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇടക്ക് ഒറ്റ സംഭവം മാത്രം പറയാൻ. ബഹുമാനപ്പെട്ട ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സ്വഹാബത്തിന് ആവശ്യമായ മറ്റ് സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി സൈന്യത്തിനൊപ്പം വന്ന, അല്ലെങ്കിൽ അവരുടെ കൂടെ, അല്ലെങ്കിൽ അവരുടെ അനുബന്ധമായി വന്ന 2 പേരിൽ ഒരാളാണ് നസീബത്തുൽ മാസിനിയ റളിയല്ലാഹു അൻഹ. മഹദി ഈ യുദ്ധ രംഗങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ വെള്ളം എടുക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരികയാണ്. തോളിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന തോൽപാത്രത്തിൽ വെള്ളം എടുത്തിട്ട് വരുന്നതാണ് അന്നത്തെ ശൈലി. ഇന്നത്തതുപോലെ ചെമ്പ് പാത്രമോ അത്തരം പാത്രത്തിന് പകരം ഒരു കെട്ടി തൂക്കുന്ന ഒരു പാത്രമാണ് ഉണ്ടാകുക, ഒരു നീളത്തിലുള്ള. ഇതെടുത്ത് തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഒരു അത്ഭുതകരമായ ആശങ്ക നിറഞ്ഞൊരു രംഗമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ വലിയൊരു സംഘം ശത്രുക്കൾ ആയുധങ്ങളായി ഓടിയെടുക്കുകയാണ്. നബിതങ്ങളെ കൂടെയുള്ളത് കേവലം 11 പേര് മാത്രമാണ്. ഈ 11 പേര് ഈ വലിയൊരാൾ സഞ്ചയത്തെ
ആയുധം നിറഞ്ഞു നിൽക്കുന്ന ആൾ സഞ്ചയത്തെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിരോധിക്കുന്ന ഓരോരുത്തരും ശരീരത്തിൻ്റെ ഓരോ ഭാഗവും തറിഞ്ഞ് മുറിഞ്ഞ് രക്തം ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ചിതറി വീഴുകയാണ്. ഒരാൾ മരിച്ചു വീഴുമ്പോൾ അടുത്ത ആൾ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹുദിൻ്റെ പർവ്വതത്തിലേക്ക് ഇങ്ങനെ കയറ്റി ഓരോരുത്തർ കൊണ്ടുപോകുന്നു. ഓരോരുത്തരും മരിച്ചു വീഴുന്ന രംഗം കാണുകയാണ്. നസീബത്തുൽ മാസിനിയ കയ്യിലുണ്ടായിരുന്ന പാത്രം ഒരു ഏറു വെച്ചു കൊടുത്തു. ഓടി ദൂരേക്ക് പോയി രക്ഷപ്പെടുന്നതിന് പകരം നേരെ നബിതങ്ങളുടെ അടുത്തേക്ക് ഓടി വരിക. ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ഈ വലിയ ആൾ സഞ്ചയം ഓടി വരുന്നത് കണ്ടിട്ട് ഓടിപ്പോകുന്നവരിൽ നിന്ന് കുന്തം പിടിച്ചു വാങ്ങുകയാണ്. നസീബത്തുൽ മാസിനിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ വരുന്ന ശത്രുക്കൾ നേരെ ഈ കുന്തമെടുത്ത് ഉപയോഗിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ വീട്ടിൽ നിന്ന് 3 പേരുണ്ട്. ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്. ഈ ഭർത്താവും 2 മക്കളും ഓരോരുത്തരായി ഓരോ ഘട്ടമായി മരിച്ചു വീഴുന്നത് നസീബത്തുൽ മാസിനിയ നേരെ കാണുകയാണ്. കാണുമ്പോഴും നസീബത്തുൽ മാസിനിയ നോക്കുന്നത് മരിച്ചു വീഴുന്ന ആളെയല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലതും വരുമോ, വല്ലതും സംഭവിക്കുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ വരുന്ന ശത്രുക്കൾക്കെതിരെ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ, അങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ലാസ്റ്റ് ഉണ്ടായിരുന്ന 11ാമത്തെ വ്യക്തി ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിലേക്ക് ചാടി നിൽക്കുന്നു. നബി തങ്ങളപ്പോഴത്തേക്ക് ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ആ സമയത്ത് ത്വൽഹ റളിയല്ലാഹു അൻഹു ശരീരത്തിലെ കൈ അറ്റുപോയി, കയ്യിൽ മുറിവേറ്റു, കൈ ചലിക്കുന്നില്ല, 2 കൈയും നിശ്ചലമായി പോയി. ശരീരത്തിൽ 70ഓളം മാരകമായ മുറിവേറ്റിട്ടുണ്ട്. അമ്പ് കൊണ്ടിട്ടും കുന്തം കൊണ്ടിട്ടും ശരീരം തറഞ്ഞു പോയിട്ടുണ്ട്. മരിച്ചുപോയി എന്ന് കരുതി വീണ് കിടക്കുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് എടുക്കുമ്പോഴേക്ക് ജീവനുണ്ടോ എന്ന സംശയമാണ്. കാരണം ശരീരത്തിലെ രക്തം അത്രയും വാർന്നു പോയിട്ടുണ്ട്. ആ സമയത്ത് നസീബ് റളിയല്ലാഹു അൻഹ നബിതങ്ങളെ നോക്കിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, നബിയെ അങ്ങ് ദുആ ചെയ്താൽ മതി, എനിക്കെൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടതിൽ എനിക്ക് പ്രയാസമില്ല, എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടതിൽ എനിക്ക് പ്രയാസമില്ല, അങ്ങേക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ കൃതാർത്ഥയാണ്. ആ നസീബ് റളിയല്ലാഹു അൻഹക്ക് വേണ്ടി നബിതങ്ങൾ ദുആ ചെയ്യുന്നു. ഉഹുദ് കഴിഞ്ഞു, കാലങ്ങൾ കുറച്ച് കഴിഞ്ഞു. അവസാനം ബാക്കിയുള്ള ഒരു മോനുണ്ട്, ഹബീബ് ഇബ്നു സെയ്ദ്. ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്തുമായി രാജാവിനെ സമീപിച്ചു പോകുന്നു. ആ രാജാവ്, ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജാവ് ഹബീബ് റളിയല്ലാഹുവിനോട് ചോദിക്കുന്നു, തഷ്ഹദു അന്നി റസൂലുള്ളാ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് നീ സമ്മതിക്കുമോ? ഹബീബ് സമ്മതിച്ചില്ല. ഹബീബിൻ്റെ ശരീരം പിടിച്ചു നിർത്തിയിട്ട് വലിയൊരു പീസ് അരിഞ്ഞെടുത്തു. എന്നിട്ട് ഹബീബിൻ്റെ മുമ്പിലേക്ക് ഇട്ടു. ആ കഷ്ണമുള്ള ആ മാംസ കഷ്ണം ഇങ്ങനെ പടക്കുന്നു. ഹബീബിനോട് ചോദിക്കുന്നു, തഷ്ഹദു അന്നി റസൂലുള്ളാ, ഇല്ല എന്ന് പറഞ്ഞു. വീണ്ടും ഓരോ പീസായി മുറിച്ചു. അവസാനം ഹബീബ് റളിയല്ലാഹു അൻഹു മരിച്ചു. ഈ മരിച്ച വിവരം വന്ന് പറഞ്ഞപ്പോൾ നസീബത്തുൽ മാസിനിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എൻ്റെ മോൻ 12 വയസ്സുള്ളപ്പോൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഞാൻ പോവുകയും എൻ്റെ കൂടെ പോരുകയും ചെയ്തിട്ട് അവിടെ വെച്ച് നബി തങ്ങളുടെ കൈപിടിച്ച് മുബായത്ത് ചെയ്തത് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സമർപ്പിക്കാനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മോൻ നേരത്തെ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്തു എന്നറിഞ്ഞാൽ അതിൻ്റെ പേരിൽ നസീബ കരയില്ല. ആ നസീബ് റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സ്വന്തം ഭർത്താവും സ്വന്തം മക്കളും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്നറിയുമ്പോൾ അതിൽ കരയുന്നതിന് പകരം അതിൽ ആത്മനിർവൃതി കൊള്ളുന്ന നസീബത്തുൽ മാസിനിയ റളിയല്ലാഹു അൻഹ, ആ നസീബ് റളിയല്ലാഹു അൻഹക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്ത വാഗ്ദാനം, പടച്ചോനെ ഈ കുടുംബത്തെ സ്വർഗ്ഗലോകത്ത് എൻ്റെ ചങ്ങാതിമാരിൽ ഉൾപ്പെടുത്തണേ എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ ഈ സമയത്തിൽ വെച്ച് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മളൊക്കെ ഈ സ്ഥാപനത്തിൽ നമ്മുടെ മക്കളെ ചേർത്തതും പഠിപ്പിക്കുന്നതുമൊക്കെ കേവലം ഒരു വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി മാത്രമല്ലല്ലോ. ഈ സ്ഥാപനം ഇവിടെ സംവിധാനിച്ച് വളർത്തി വലുതാക്കിയെടുക്കുമ്പോൾ കേവലം അക്കാദമിക് വിദ്യാഭ്യാസം നൽകണം എന്നതിലുപരി നമ്മുടെ സമുദായം സാമുദായികമായി മതം ഉൾക്കൊള്ളുന്നവരായും മൂല്യം ഉൾക്കൊള്ളുന്നവരായും ജീവിക്കണം എന്നുകൂടി ചിന്തിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, ആ മക്കൾ ഉന്നതരാകുന്നതിൽ, നമ്മുടെ ഭർത്താവ് ഉൾക്കൊള്ളുന്ന കുടുംബം ഉന്നതരാകുന്നതിൽ നമുക്ക് കൃത്യമായ പങ്കുണ്ട്. അതിന് വേണ്ടത്
നമ്മുടെ സമർപ്പണമുള്ളൊരു മനസ്സാണ്. ആ മനസ്സുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ രീതിയിൽ ഷഹീദായ മനുഷ്യന്മാർ, അങ്ങനെയുള്ള 100 ഷഹീദിൻ്റെ കൂലിയുണ്ടാകും. എപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയങ്ങളിൽ അപജയം സംഭവിക്കുന്നൊരു കാലത്ത് ദീനനുസരിച്ച് ജീവിക്കണമെന്ന ചിന്തയും ആ നിർബന്ധ ബുദ്ധിയും നമ്മളിൽ ഉണ്ടെങ്കിൽ അവരെപ്പോലെയുള്ള 100 ഷഹീദിൻ്റെ കൂലി നമുക്കുണ്ടാകും. അതുകൊണ്ട് നാം പഠിച്ച മതമനുസരിച്ച് ജീവിക്കണമെന്ന ചിന്തയുള്ളവരാകണം. നമ്മുടെ മക്കൾക്കും ഹറാമുകൾ ഹറാമാണെന്നും ഹലാലുകൾ ഹലാലായണമെന്നും ഹലാലായി ജീവിക്കണമെന്നുള്ള ബോധത്തിൽ നാം മുമ്പിൽ നിൽക്കണം, അവരുടെ കൂടെ നിൽക്കണം, അവർക്ക് മുൻപന്തിയിൽ നമ്മളുണ്ടാകണം. ഹറാമാണെന്നറിഞ്ഞൊരു കാര്യം അതിനെ അവഗണിക്കരുത്. അത് ഡ്രസ്സിങ്ങിലാണെങ്കിലും ഫാഷനുകളിലാണെങ്കിലും അതുപോലെ മറ്റ് ഹെയർ ഡ്രസ്സിങ്ങിലാണെങ്കിലും മറ്റ് ആചാരങ്ങളിലാണെങ്കിലും, ഇപ്പോൾ മുസ്ലിങ്ങളായ നമ്മൾ ഇസ്ലാമിൻ്റെ പേരിൽ ആചരിക്കുന്ന ആചാരമാണ് വിവാഹം. പബ്ലിക്കിൽ മറ്റ് സമൂഹങ്ങൾ നമ്മളിൽ നിന്ന് മതാചാരമായി കാണുന്നതാണ് വിവാഹം. ആ വിവാഹം അനാചാരങ്ങളിലൂടെ ആചരിക്കുന്നതും തെറ്റുകളിലൂടെ ആചരിക്കുന്നതും അള്ളാഹുവിൻ്റെ ദീനിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നതിന് സമാനമാണ്. അതുകൊണ്ട് ആചാരങ്ങളിലൊക്കെ ഹലാലായതിൻ്റെ വക്താക്കളാകണമെന്ന നിർബന്ധം നമുക്കുണ്ടാകണം. എങ്കിൽ ഇത്തരം മഹതിമാർ പോകുമ്പോൾ അവരുടെ കൂടെ ചങ്ങാത്തം കെട്ടി പോകാനുള്ളൊരു സൗഭാഗ്യമാണ് നമ്മുടെ കൽബിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഈ ദുനിയാവിൽ മറ്റേതൊരു സമൂഹത്തിനും നമ്മുടെ മേൽക്കോയ്മയുണ്ടാകാനും നമ്മൾ എപ്പോഴും എവിടെയും നമ്മൾ നിന്ദിക്കപ്പെടുന്നവരാകാനും ഒരു അപരിഷ്കൃതരാകാനും നമ്മൾ കാരണമാകും. അതുകൊണ്ട് തന്നെ മതത്തിനെ ജീവിതത്തിൽ മുൻനിർത്തി ജീവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു പാരൻറ്റിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് മതബോധം. നമ്മുടെ ജീവിതത്തിൽ മുന്നിൽ നിന്ന് നമ്മൾ നയിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا الله. ഞങ്ങൾക്കെല്ലാവർക്കും ഈ സദസ്സ് നീ പൊരുത്തപ്പെട്ടൊരു അമലായി സ്വീകരിക്കണം റഹ്മാനെ. വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും ഞങ്ങൾക്ക് മാപ്പ് തരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട നല്ലവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നല്ലത് പഠിക്കാനും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും അതിൻ്റെ പ്രചാരകരാകാനും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ ഈ സ്ഥാപനവും മറ്റ് നല്ല ചലനങ്ങളെല്ലാം നീ പൊരുത്തപ്പെടുന്ന നല്ല അമലുകളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെയും മക്കളെയൊക്കെ നീ നല്ലവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഈ റജബ് ശഅബാനിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. റമദാനിൽ ഉപയോഗപ്പെടുത്താനും റമദാനിനെ ധാരാളം തവണ നല്ല രീതിയിൽ സ്വീകരിച്ച് യാത്രയാക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.